राधा माधवा जया कुंज बिहारी जय राधा माधवा जया कुंज बिहारी जय गोपी जन वल्लभा जया गिरिवरधारी जया गिरिवरधारी जया गोपी जन वल्लभा जया गिरिवरधारी जया गिरिवरधारी जय यशोदनन्दना जया ब्रज जनरञ्जना जय यशोदनन्दना जया ब्रज जनरञ्जना जय यमुना तीरवनचारी जया कुंज बिहारी जया यमुना तीरवनचारी जया कुंज बिहारी हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे हरे ഹരേ കൃഷ്ണ. എല്ലാവരുടെയും പാദങ്ങളിൽ നമസ്കരിക്കുന്നു. എല്ലാവർക്കും സുപ്രഭാതം. ഇന്ന് ശ്രീമദ് ഭഗവത്ഗീത ഭഗവാൻ ശ്രീകൃഷ്ണൻ ജീവാത്മാവായിട്ടുള്ള അർജുനന് പറയാനുണ്ടായിട്ടുള്ള സാഹചര്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ശ്രീമദ് ഭഗവത്ഗീത എല്ലാവർക്കും അറിയാം. അനേകം തവണ നിങ്ങൾ കേട്ടിരിക്കും, പലരും അനേകം തവണ വായിച്ചു കഴിഞ്ഞിരിക്കും. പക്ഷെ അത് പറയാനുണ്ടായിട്ടുള്ള ഒരു സാഹചര്യം എവിടെ വെച്ചിട്ടാണ്, ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞത്, അത് ഇന്ന് പലർക്കും അറിയില്ല. അപ്പൊ അതിനെ കുറിച്ചിട്ട് കുറച്ചു നേരം സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഭാരതത്തിലെ 2 വംശരാജാക്കന്മാരാണ് രാജ്യം ഭരിച്ചിരുന്നത്. ത്രേതായുഗത്തിന്റെ ആരംഭത്തില് സൂര്യവംശ രാജാക്കന്മാര്, അതായത് സൂര്യനിൽ നിന്ന് ഉടലെടുത്തിട്ടുള്ള ആളുകളാണ്. നമുക്കറിയാം, ശ്രീമൻ നാരായണനിൽ നിന്ന് പ്രജാപതിയായിട്ടുള്ള ബ്രഹ്മാവ് ഉണ്ടായി. ബ്രഹ്മാവിൽ നിന്ന് സനകൻ, സനാതനൻ, സനന്ദനൻ, സനത്കുമാരൻ തുടങ്ങിയിട്ടുള്ള ചതുർകുമാരന്മാരുണ്ടായി. അത് കഴിഞ്ഞിട്ട് ഭൃഗു, മരീചി, അത്രി, പുലഹൻ, പുലസ്ത്യൻ, കൃതു, വസിഷ്ഠൻ, അങ്കിരസ് തുടങ്ങിയിട്ടുള്ള സപ്തർഷികളും, അതിനുശേഷം പിന്നെ നാരദൻ, ജാംബവാൻ, അങ്ങനെയുള്ള വേറെ ദക്ഷൻ തുടങ്ങിയുള്ള പ്രജാപതികളെല്ലാം ഉണ്ടായി. ഇപ്രകാരത്തിലുള്ള സപ്തർഷികളിലെ ഏറ്റവും പ്രധാനിയായിരുന്നു മരീചി. മരീചിയുടെ പുത്രനായിട്ട് കശ്യപ പ്രജാപതി ഉണ്ടായി. കശ്യപ്പൻ ദക്ഷ പ്രജാപതിയുടെ 13 പെൺകുട്ടികളെ വിവാഹം കഴിച്ചു. അതില് അതിഥിയിൽ നിന്ന് ആദിത്യന്മാരുണ്ടായി. അതില് വളരെ പ്രമുഖനായിരുന്നു വിവസ്വാൻ, നമ്മുടെ ഇപ്പോഴത്തെ സൂര്യദേവൻ. ആ സൂര്യദേവനിൽ നിന്ന് വൈവസ്വത മനു, അവിടെ നിന്നാണ് മനുഷ്യരുടെ ആരംഭം എന്നാണെന്ന് പറയുന്നത്. ഇപ്പോഴത്തെ 7ാമത്തെ മനുവായിട്ടുള്ള വൈവസ്വത മനു ഉണ്ടായി. വൈവസ്വത മനുവിൽ നിന്നും ഇക്ഷാഗുവിൽ നിന്ന് വിഗുഷിൽ നിന്ന് പുരഞ്ജയൻ അല്ലെങ്കിൽ കാകുസ്തൻ ഉണ്ടായി. അനാരണ്യൻ ഉണ്ടായി. പ്രതു, യുവനാശൻ, കുവലാശൻ,
പ്രസേനജിത്ത്, മാന്ധാതാവ്, അംബരീഷൻ, പുരുകുത്സൻ, ത്രിധസ്തു, ഹരിശ്ചൻ, വസുമാൻ, ത്രിശങ്കു അല്ലെങ്കിൽ സത്യവ്രത. ത്രിശങ്കു സ്വർഗത്തിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് അറിയാം. പിന്നെ ഹരിചന്ദ്രൻ ഉണ്ടായി, രോഹിതാക്ഷൻ ഉണ്ടായി, ചഞ്ചു, വൃഗ, സകരൻ, അസമഞ്ജസ്, അംശുമാൻ, ദിലീപൻ, ഭഗീരഥൻ, നാഭാഗൻ, ശ്രുതപർണൻ, സൗദാസൻ, രഘു, ദിലീപൻ, ദീർഘബാഹു, അജൻ. അജന്റെ പുത്രനായിട്ട് ദശരഥൻ ഉണ്ടായി, ദശരഥന്റെ പുത്രനായിട്ട് ശ്രീരാമൻ ഉണ്ടായി. പിന്നെ ലവൻ, കുശൻ, അങ്ങനെ 102 വംശങ്ങൾ ഉണ്ടായി. ഇതിൽ 67-ാമത്തെയാണ് ഭഗവാനിൽ നിന്ന് 67-ാമത്തെയാണ് ശ്രീരാമൻ. പിന്നെ 102 വംശങ്ങൾ വരെ, അവരുടെ മക്കള് വരെ രാജ്യം ഭരിച്ചു. പിന്നീടാണ് അടുത്ത യുഗം ആരംഭിക്കുന്നത്. ഇപ്രകാരം സൂര്യവംശം കഴിഞ്ഞതിന് ഉടനെ അടുത്ത വംശം ആരംഭിക്കുകയായിട്ട് ചന്ദ്രവംശം. അത് നമ്മുടെ ദ്വാപര യുഗത്തിലാണ് കൂടുതലും ഇവർ ഭരിച്ചിരുന്നത്. നേരത്തെ പറഞ്ഞ ബ്രഹ്മാവിൽ നിന്ന് സപ്തർഷികൾ ഉണ്ടായി. അതിൽ അത്രി മഹർഷിയിൽ നിന്ന് ചന്ദ്രൻ ഉണ്ടായി. ചന്ദ്രനിൽ നിന്ന് ബുധൻ, പുരൂരവസ്, നഹുഷൻ, യയാതി, പുരു, നിരീലൻ, ദുഷ്യന്തൻ, ഭരതൻ, ഭൂമന്യു, സുഹോത്രൻ, ഹസ്തി മഹാരാജാവ്, അജമേടൻ, സംവരണൻ, കുരുമഹാരാജാവ്, വിദൂരഥൻ, കൃഷൻ, ഭീമസേനൻ, പ്രദീപൻ. പ്രദീപന്റെ പുത്രനായിട്ട് ശന്തനു മഹാരാജാവ്. ശന്തനു മഹാരാജാവ് ആദ്യം ഗംഗാദേവിയെ വിവാഹം കഴിച്ചു. അതിൽ നിന്ന് നമ്മുടെ ഗാംഗേയൻ, ഗംഗാദത്തൻ എന്ന് പറയുന്ന ഭീഷ്മ പിതാമഹൻ ഉണ്ടായി. അതിനുശേഷം സത്യവതിയെ വിവാഹം കഴിച്ചു. അതിൽ നിന്ന് ചിത്രാംഗതൻ, വിചിത്രവീരൻ എന്നുള്ള 2 കുട്ടികളുണ്ടായി. ചിത്രാംഗതൻ ചെറുപ്പത്തിൽ തന്നെ വേറൊരു ചിത്രാംഗതൻ എന്ന് പേരുള്ള ഒരു ഗന്ധർവനുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടു മരിച്ചു. വിചിത്രവീരന് വേണ്ടിയിട്ട് ഭീഷ്മ പിതാമഹൻ കാശി രാജാവിന്റെ മക്കളായിട്ടുള്ള അംബാംബിക, അംബാലികയെ തട്ടിക്കൊണ്ടുവന്നു. അംബയെ പിന്നെ വഴിയിൽ വെച്ചിട്ട് തന്നെ ഉപേക്ഷിച്ചു. കാരണം സ്വാല മഹാരാജാവുമായിട്ട് പ്രണയമുണ്ടായിരുന്നു. അംബികയെയും അംബാലികയെയും കൊണ്ടുവന്നു വിചിത്രവീര മഹാരാജാവിന് വിവാഹം കഴിച്ചു കൊടുത്തു. പക്ഷെ കുട്ടികളെല്ലാം ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ വിചിത്രവീര മഹാരാജാവ് ഇഹലോകവാസം വെടിഞ്ഞു. അപ്പോഴത്തെ നിയമം അനുസരിച്ച്, ശാസ്ത്രം അനുസരിച്ച്, വൈദിക നിയമം അനുസരിച്ചിട്ട് ബ്രാഹ്മണരിൽ നിന്നോ മഹർഷിമാരിൽ നിന്നോ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ വിരോധമില്ല. പക്ഷെ അവർക്ക് യാതൊരു തര അവകാശം ഉണ്ടാവില്ല എന്നുള്ളൊരു നിയമമുണ്ട്. ഇപ്രകാരം സത്യവതിയുടെ തന്നെ മൂത്തപുത്രനായിട്ടുള്ള വേദവ്യാസ മഹർഷിയിൽ നിന്ന് ഇവര് സന്താനങ്ങളൊക്കെ ഉണ്ടായി. ആദ്യം ധൃതരാഷ്ട്ര മഹാരാജാവ് ഉണ്ടായി, പാണ്ഡു മഹാരാജാവ് ഉണ്ടായി. പിന്നെയും അംബികയെ പ്രാപിക്കാൻ വന്ന അംബിക ദാസിയെയാണ് പറഞ്ഞയച്ചത്. അതിൽ നിന്ന് വിതുരരും ഉണ്ടായി. അന്ധനായതുകൊണ്ട് ധൃതരാഷ്ട്ര മഹാരാജാവിന് മനുസ്മൃതി പ്രകാരം രാജ്യം ഭരിക്കാൻ സാധിച്ചില്ല. അപ്പോ സഹോദരനായിട്ടുള്ള പാണ്ഡു മഹാരാജാവിനെ രാജ്യം ഭരിക്കാനായിട്ട് ആരംഭിച്ചു. ഇങ്ങനെയാണ് കഥ. അതിനുശേഷം കിംദമ മഹർഷിയുടെ ശാപം കാരണം അദ്ദേഹത്തിന് സ്ത്രീകളെ സ്പർശിക്കാൻ പറ്റില്ല. കാമാർത്ഥമായിട്ട് സ്ത്രീകളെ സ്പർശിച്ചു കഴിഞ്ഞാൽ തൽക്ഷണം മൃത്യു. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹം സന്യാസത്തിനായിട്ട് ശതശൃംഗത്തിലേക്കെല്ലാം പോയി. അവിടെ വെച്ച് കുന്തിദേവി തന്റെ പുരാണ വൃത്താന്തങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ അവര് ദേവന്മാരിൽ നിന്ന് പാണ്ഡു മഹാരാജാവിനെ നിമിത്തമാക്കിയിട്ട് ബീജോത്പാദനമെല്ലാം നടത്തി. യുധിഷ്ഠിര മഹാരാജാവ്, ഭീമസേനൻ, അർജുനൻ, മാതിരി, 2ാം ഭാര്യയായിട്ടുള്ള മാതിരിയിൽ നിന്ന് നകുലൻ, സഹദേവൻ ഇവരെല്ലാം ജനിച്ചു. ഇവിടെയാണെങ്കിൽ ധൃതരാഷ്ട്ര മഹാരാജാവിന് ഗാന്ധാരിയില് 100 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും ജനിച്ചു. ഇങ്ങനെയാണ് ചന്ദ്രവംശം വരുന്നത്. സൂര്യവംശത്തിലെ രാജാക്കന്മാരെല്ലാം കൂടുതലും പകലാണ് ജനിച്ചതെങ്കിൽ ചന്ദ്രവംശത്തിലെ രാജാക്കന്മാരെല്ലാം കൂടുതലും രാത്രിയിലാണ്. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. മാത്രമല്ല ഇവരുടെ സ്വഭാവത്തിലും വ്യത്യാസം കാണാനായിട്ട് സാധിക്കും. ശ്രീകൃഷ്ണന്റെയും ശ്രീരാമന്റെയും സ്വഭാവം തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് വലിയൊരു ഉദാഹരണമാണ്. ഇപ്രകാരമാണ് കഥ ആരംഭിക്കുന്നത്. ഇങ്ങനെ 2 കൂട്ടരും വളർന്നു. ശതശൃംഗത്തിലെ പാണ്ഡു മഹാരാജാവും കുന്തിദേവിയും മാതിരിയും മക്കളുമായിട്ട് കഴിയുന്ന സമയത്ത് യുധിഷ്ഠിര മഹാരാജാവിന് 16 വയസ്സായി, ഭീമസേനന് 15 വയസ്സായി, അർജുനന് 14 വയസ്സായി. ആ സമയത്ത് അർജുനന്റെ 14ാം ജന്മദിനം ആഘോഷിക്കുന്ന സമയത്ത് അറിയാതെ മാതിരിയുടെ സൗന്ദര്യമെല്ലാം കണ്ട് ആസ്വദിച്ച പാണ്ഡു മഹാരാജാവ് ചുംബിക്കാൻ ഒരുങ്ങുകയും തൽക്ഷണം മൃത്യു പ്രാപിക്കുകയും ചെയ്തു. അതിനുശേഷം അവരെല്ലാം ഹസ്തിനാപുരത്തിലേക്ക് വന്നു. ഭീഷ്മ പിതാമഹനും ധൃതരാഷ്ട്രരും വിതുരരുമെല്ലാം സ്വീകരിച്ചു. അവരെ അവിടെ താമസിപ്പിച്ചു. ഗുരുകുലവാസമെല്ലാം ആരംഭിച്ചു. ഇനി 2 പേർക്കും, കാരണം പാണ്ഡു മഹാരാജാവ് പോകുന്നതിന് മുന്നേ തന്നെ പറഞ്ഞിരുന്നു, ഒരു വ്യവസ്ഥ വെച്ചിരുന്നു, എന്റെ പുത്രൻ പ്രായപൂർത്തിയാവുന്ന സമയത്ത് കൊട്ടാരവും സമ്പത്തും ഭണ്ഡാരവും ഗോക്കളെയെല്ലാം തിരിച്ചു കൊടുക്കണമെന്ന്. പക്ഷെ ധൃതരാഷ്ട്ര മഹാരാജാവും മക്കളും അത് കൂട്ടാക്കിയില്ല. അതിനു പകരം അവർക്ക് അർദ്ധരാജ്യം കൊടുത്തു.
അവിടെ കൊട്ടാരമെല്ലാം പണിത് അവരവിടെ താമസം ആരംഭിച്ചു. പക്ഷെ നാൾക്കുനാൾ വർദ്ധിച്ചു വന്നിട്ടുള്ള സമ്പത്ത് കൊണ്ട് അസൂയയെല്ലാം ഉണ്ടായി. അങ്ങനെ ഇവരുടെ സമ്പത്തെല്ലാം അടിച്ചെടുക്കണമെന്നുള്ള ആഗ്രഹം കൗരവർക്കുണ്ടായി. തമാശയ്ക്ക് ചൂതുകളിയെല്ലാം ആരംഭിച്ചു. അതിനുശേഷം പിന്നീട് വളരെ കാര്യത്തിലേക്ക് തന്നെ ആരംഭിച്ചു. ഇപ്രകാരം യുധിഷ്ഠിര മഹാരാജാവിന്റെ സകല സ്വത്തുക്കളും അവർക്ക് പണയം വെച്ചു. 12 വർഷം വനവാസവും 1 വർഷവും അജ്ഞാതവാസവും കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇതെല്ലാം തിരിച്ചു തരാമെന്നുള്ള വ്യവസ്ഥയിലായിരുന്നു പണയം വെച്ചു പോയത്. അങ്ങനെ 12 വർഷം വനവാസവും 1 വർഷത്തെ അജ്ഞാതവാസവും എല്ലാം മാർഗദർശികളായിട്ടുള്ള ഭക്തന്മാരുടെയും മറ്റു മഹർഷിമാരുടെയും എല്ലാ ഗുരുക്കന്മാരുടെയും അനുഗ്രഹം കൊണ്ട് അവര് വിജയിച്ചു. തിരിച്ചു വന്നു. വിരാട രാജ്യത്ത് അവര് താമസിച്ചുകൊണ്ട് ദൂതന്മാരെ എല്ലാം പറഞ്ഞയച്ചു. പക്ഷെ ധൃതരാഷ്ട്ര മഹാരാജാവോ മക്കളായിട്ടുള്ള ദുര്യോധന ദുശാസനാദികളോ കർണനോ ശകുനിയോ ആരും തന്നെ ഭൂമി കൊടുക്കാൻ തയ്യാറായില്ല. അർദ്ധരാജ്യം പോയിട്ട് നിങ്ങൾക്ക് സൂചി കുത്താനുള്ള ഒരു സ്ഥലം പോലും ഞാൻ തരില്ല എന്ന് വളരെ ശക്തമായിട്ട് ബാധിച്ചു. ഇപ്രകാരം വീണ്ടും അവിടെ നിന്ന് ദ്രുപദ മഹാരാജാവും വിരാട രാജാവും എല്ലാവരും ദൂതനായിട്ട് വന്നു. ആ ഇടനിലക്കാരായിട്ട് ഇവര് സംസാരിക്കാനായിട്ട് മധ്യസ്ഥരായിട്ട് വന്നു. പക്ഷെ ഇവിടെ ആരും തന്നെ ചെവി കൊണ്ടില്ല. ഇവിടെ നിന്ന് ശകുനിയും ശകുനിയുടെ മകനും അതുപോലെ തന്നെ പല ആളുകളും ഇവിടെ നിന്ന് സഞ്ജയനുമെല്ലാം ഇവിടെ നിന്ന് പോയി. അവരും അത് ചെവി കൊണ്ടില്ല. അവരും ദൂതന്മാരെ എല്ലാം അപമാനിച്ചും ഉപദ്രവിച്ചും പറഞ്ഞയച്ചു. അവസാനം പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭക്തവത്സലായിട്ട് ഭഗവാൻ തന്നെ ദൂതനായിട്ട് വന്നു. അതും ചെവി കൊണ്ടില്ല. അദ്ദേഹത്തിനെ പിടിച്ചു കെട്ടാനും ഉപദ്രവിക്കാനും അപമാനിക്കാനും ശ്രമിച്ചു. അദ്ദേഹം വിരാട രൂപമെല്ലാം കാട്ടി അവിടെ നിന്ന് പോയി വിരാട രാജ്യത്തെത്തിയിട്ട് പറഞ്ഞു, യുദ്ധം തന്നെയാണ് അഭികാമ്യം, ധർമ്മയുദ്ധം നമുക്ക് ചെയ്തിട്ട് നമുക്ക് അർഹമായിട്ട് സമ്പത്തുകളെല്ലാം തിരിച്ചു വാങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ യുദ്ധം നിശ്ചയിച്ചു. വേദവ്യാസ മഹർഷിയോട് പറഞ്ഞു. വേദവ്യാസ മഹർഷി പറഞ്ഞു, ശരി, നമുക്ക് യുദ്ധമെങ്കിൽ യുദ്ധം, നല്ല ഒരു സ്ഥലവും നല്ല ഒരു തീയതിയും സ്വീകരിക്കണം. സനാതന ധർമ്മം അങ്ങനെയാണ്. ഗ്രഹപ്രവേശമോ അല്ലെങ്കിൽ കെട്ടിട നിർമ്മാണമോ അല്ലെങ്കിൽ വിവാഹമോ തുടങ്ങിയിട്ടുള്ള മംഗളകാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ മരണം, യുദ്ധം തുടങ്ങിയിട്ടുള്ള ചെറിയ ദുഷിച്ച കാര്യങ്ങളാണെന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യമായിക്കോട്ടെ, എല്ലാത്തിനും ഒരു അതിൻ്റെതായിട്ടുള്ള സംസ്കാരമുണ്ട്. അങ്ങനെ വേദവ്യാസ മഹർഷി തീരുമാനിച്ചു, നമുക്ക് വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള ഭാരതഭൂമിയിലെ വളരെയധികം പ്രാധാന്യമുള്ള കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ചിട്ട് നമുക്ക് യുദ്ധം ചെയ്യാം. കാരണം അത് ധർമ്മക്ഷേത്രമാണ്, പരിപാവനമായിട്ടുള്ള പുണ്യഭൂമിയാണ്, അവിടെ വെച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ ആളുകൾ ചോദിച്ചു, എന്താണ് അതിന്റെ പ്രാധാന്യം, എന്തുകൊണ്ടാണ് കുരുക്ഷേത്രം? വേറെ എത്രയോ സ്ഥലങ്ങളുണ്ട്, പ്രയാഗ, പാടലിപുത്രം, അതുപോലെ തന്നെ അംഗം, വങ്കം, കലിംഗം, അലഹാബാദ്, ത്രിവേണി സംഗമങ്ങളുണ്ട്, അല്ലെങ്കിൽ മധുരയുണ്ട്, അല്ലെങ്കിൽ ദ്വാരകയുണ്ട്, ജഗന്നാഥപുരിയുണ്ട്, ഹരിദ്വാർ ഉണ്ട്, ഋഷികേശ് ഉണ്ട്. എന്തിനാണ് ഇവിടെ? അത് സമതലമാണ്, പരന്നു കിടക്കുന്നതാണ്. 5 യോജന വീതിയിലും 5 യോജന നീളത്തിലും പരന്നു കിടക്കുന്ന സമതലമാണ് കുരുക്ഷേത്ര ഭൂമി. ഒരു യോജന എന്ന് പറഞ്ഞാൽ 13.5 കിലോമീറ്റർ. മാത്രമല്ല നീരുറവുകളുണ്ട്, അവിടെ പുല്ലുകളുണ്ട്, അവിടെ ചെറിയ ശിബിരങ്ങളെല്ലാം കെട്ടാനായിട്ട് നമുക്ക് സാധിക്കും. കാരണം ലോകത്തിലുള്ള അല്ലെങ്കിൽ ഭാരതവർഷത്തിലുള്ള എല്ലാവരും അവിടെ യുദ്ധത്തിനായിട്ട് വരുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. മാത്രമല്ല കുരുമഹാരാജാവ് തപസ് ചെയ്തിട്ട് പരിപാവനമായിട്ട് ധർമ്മം വിളയിച്ച സ്ഥലമാണ് കുരുക്ഷേത്രം. അതുകൊണ്ടാണ് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്ര എന്ന് ശ്രീമദ് ഭഗവത്ഗീതയിലെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നത്. കുരുമഹാരാജാവ് ഭരിച്ചിരിക്കുന്ന സമയത്ത് എന്തോ ചെറിയ അനീതിയെല്ലാം നടക്കുകയും അവിടെ മഴ, അതുപോലെ തന്നെ ധാന്യങ്ങളുടെ ഉൽപാദനം ഇതെല്ലാം കുറഞ്ഞു. ഉടനെ തന്നെ കുരുമഹാരാജാവ് തപസ് ചെയ്തു. അനേകം രാജസൂയയാഗങ്ങളും അതുപോലെ തന്നെ അശ്വമേധയാഗങ്ങളും എല്ലാം ചെയ്തു. ഇത് കണ്ട് ദേവേന്ദ്രന് സംഭ്രാന്തനായി. കാരണം 100 അശ്വമേധയാഗങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവൻ പിന്നീട് ദേവേന്ദ്രനായിട്ട് മാറും. വേഗം തന്നെ ഭൂമിയിലേക്ക് വന്ന്, അല്ലയോ കുരുമഹാരാജാവേ, തപസ്സും ഈ യാഗങ്ങളും എല്ലാം നിർത്തു, എന്തു വരമാണ് വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇവിടെ ധർമ്മം വിളയണം, ഇവിടെ സമ്പൽ സമൃദ്ധിയായിരിക്കണം. രണ്ടാമത് ഇവിടെ ആരാണോ മരിക്കുന്നത്, ഏത് ജീവാത്മാവാണോ മരിക്കുന്നത്, അത് മനുഷ്യനാകട്ടെ, ദേവനാകട്ടെ, അല്ലെങ്കിൽ മഹർഷിമാരോ മുനിമാരോ ആകട്ടെ, കിന്നരന്മാരോ നരന്മാരോ ആകട്ടെ, പക്ഷിമൃഗാദികളോ എന്തു തന്നെ ആയിക്കോട്ടെ, അവരെല്ലാം അങ്ങയുടെ ലോകമായിട്ടുള്ള സ്വർഗലോകത്തിൽ എത്തിച്ചേരണമെന്ന് പറഞ്ഞു. തഥാസ്തു, അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആരാണ് കുരുക്ഷേത്ര ഭൂമിയില് സ്വാഭാവികമായിട്ടുള്ള മരണം അല്ലെങ്കിൽ യുദ്ധത്തിൽ മരിക്കുന്നത്, അവരെല്ലാം സ്വർഗലോകത്തിൽ എത്തിച്ചേരുമെന്നാണ് വിശ്വാസം. ഇപ്രകാരം ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ പരിപാവനമായിട്ടുള്ള ഒരു സ്ഥലമാണ് കുരുജാങ്കലം അല്ലെങ്കിൽ കുരുക്ഷേത്രം എന്നറിയപ്പെടുന്നത്. അതിനു മുമ്പും പ്രാധാന്യമുണ്ട്. സമന്തപഞ്ചകം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കാരണം
തന്റെ പിതാവായിട്ടുള്ള ജമദഗ്നി മഹർഷിയെ വധിച്ചതിനുള്ള പ്രതികാരം കാരണം 21 തവണ ഭഗവാന്റെ തന്നെ അവതാരമായിട്ടുള്ള പരശുരാമൻ ക്ഷത്രിയന്മാരെയെല്ലാം കൊന്നൊടുക്കി. കാരണം 21 തവണ നമ്മുടെ രേണുക നെഞ്ചിലടിച്ചു കരഞ്ഞു, അല്ലോ പുത്ര, അച്ഛനെ അവർ വധിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ 21 തവണ മാതാവ് നെഞ്ചിലടിച്ചതിന്റെ പ്രതികാരമായിട്ട് 21 തവണ, 7 തവണ 3 പ്രാവശ്യം അങ്ങനെ ഭൂലോകം മുഴുവൻ നടന്നിട്ട് ക്ഷത്രിയന്മാരെയെല്ലാം കൊന്നൊടുക്കി. അവരുടെ രക്തമെല്ലാം വന്ന് വാർന്ന് 5 തടാകങ്ങൾ ഉണ്ടായി. അതാണ് സമന്ത പഞ്ചകം എന്നറിയപ്പെടുന്നത്. അതും കുരുക്ഷേത്ര ഭൂമിയിലാണ്. ദിവസവും രാവിലെയും വൈകിട്ടും പരശുരാമൻ അതിൽ സ്നാനം ചെയ്യുകയും തന്റെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് തർപ്പണം, ഗായത്രി എല്ലാം ചെയ്യുകയും ചെയ്തു. ഇത് കണ്ടിട്ട് എല്ലാവർക്കും വളരെയധികം ജാളിതയും അമ്പരപ്പും എല്ലാം ഉണ്ടായി. അവർ ബ്രഹ്മാവിനോട് പരാതി പറഞ്ഞു. ബ്രഹ്മാവ് പുത്രനായിട്ടുള്ള കശ്യപനെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ കശ്യപൻ വന്നിട്ട് പറഞ്ഞു, അല്ലയോ ഉണ്ണി, എന്താ ചെയ്യണത്? നീ വൈഷ്ണവ അവതാരമല്ല, ഭഗവാന്റെ അവതാരമല്ലേ? മാത്രമല്ല മര്യാദാ പുരുഷോത്തമനായിട്ടുള്ള ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അവതരിക്കാറായി. നിന്റെ തേജസ് എല്ലാം കൊടുത്തിട്ട് നീ ആ മഹേന്ദ്ര പർവ്വതത്തിലേക്ക് പോകേണ്ട സമയമായിരിക്കുന്നു. ആ സമയത്താണോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്? ഒരു മാതൃകാ പുരുഷനാവണ്ടേ? യദ്ദാചരതി ശ്രേഷ്ഠ തത്തദേവോ തരോ ജനാഹ എന്നാണ് ഭഗവാൻ പറയുന്നത്. അതുകൊണ്ട് ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾ എന്ത് കാണിക്കുന്നുവോ അത് മറ്റുള്ളവർ കാണിക്കും. നീ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ തന്റെ മുത്തച്ഛനായിട്ടുള്ള കശ്യപ പ്രജാപതിക്ക് അതെല്ലാം ദാനം ചെയ്ത് അദ്ദേഹം മഹേന്ദ്ര പർവ്വതത്തിലേക്ക് പോകാനായിട്ട് തയ്യാറായി. ശ്രീരാമചന്ദ്രന് തന്റെ തേജസ് എല്ലാം കൊടുക്കാമെന്ന് വിചാരിച്ച് അദ്ദേഹം വിദേഹ രാജ്യത്തിലേക്ക് പോകുന്നു. ആ സമയത്ത് അനുഗ്രഹമായിട്ടൊരു കാര്യം ചോദിച്ചു പരശുരാമൻ. ഈ 5 കുളത്തിലും സമന്തപഞ്ചകം എന്നറിയപ്പെടുന്ന 5 തടാകങ്ങളിൽ ആരാണ് സ്നാനം ചെയ്യുന്നത്? അല്ലെങ്കിൽ ഈ കുരുക്ഷേത്ര ഭൂമിയിൽ വന്നിട്ട് ആരാണോ ഇവിടെ പുണ്യകർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നത്, പിതൃതർപ്പണമോ ശ്രാദ്ധകർമ്മങ്ങളോ, അവരും സ്വർഗലോകത്തിൽ എത്തിച്ചേരണമെന്ന് പറഞ്ഞു. കശ്യപ പ്രജാപതി അതും കൊടുത്തു. ഇങ്ങനെ പല കാരണങ്ങളെ കൊണ്ട് വളരെ പുണ്യമായിട്ടുള്ള ഒരു ഭൂമിയാണ് കുരുക്ഷേത്ര ഭൂമി. ധർമ്മക്ഷേത്രമാണ്. അവിടെ ഏതൊരു വ്യക്തിയും എത്തിക്കഴിഞ്ഞാൽ, ദുരാചാരി ആയിക്കോട്ടെ, പാപചാരി ആയിക്കോട്ടെ, എന്തു തന്നെ ആയിക്കോട്ടെ, അദ്ദേഹം ആ ഭൂമിയിൽ പ്രവേശിച്ച ഉടനെ തന്നെ അദ്ദേഹം പരിശുദ്ധമായി തീരുന്നു. അദ്ദേഹത്തിന്റെ സർവ്വഭാവങ്ങളും നശിക്കുന്നു. അങ്ങനെയുള്ള സ്ഥലമാണ് യുദ്ധത്തിനായിട്ട് തെരഞ്ഞെടുത്തത്. സമയം നോക്കിയ സമയത്ത് നമുക്ക് മാർഗശീർഷ മാസത്തിന്റെ ആരംഭത്തിലോ അല്ലെങ്കിൽ നാം ദാമോദര ആരതിയെല്ലാം ചെയ്യുന്ന കാർത്തിക മാസത്തിന്റെ അവസാനത്തിലോ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ കാർത്തിക മാസത്തിന്റെ അവസാന ദിവസത്തിലാണ് യുദ്ധം ആരംഭിക്കുന്നത്. പക്ഷെ നമ്മൾ കേൾക്കുന്നത് അവിടെ നിന്ന് 10-12 ദിവസം കഴിഞ്ഞിട്ടാണ്. അത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്രകാരം എല്ലാവരും യുദ്ധം തന്നെ അനിവാര്യം. യുദ്ധത്തിനായിട്ട് കൗരവപക്ഷക്കാരും പാണ്ഡവപക്ഷക്കാരുമെല്ലാം ശിബിരങ്ങളെല്ലാം നിർമ്മിച്ച് അവിടെ താമസിക്കാനായിട്ട് ആരംഭിച്ചു. ഈ ഹസ്തിനാപുരിയിൽ നിന്ന് 148 കിലോമീറ്റർ ദൂരെയാണ് ഈ കുരുക്ഷേത്ര ഭൂമി. ഹസ്തിനാപുരം എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ മീററ്റ്, ഇന്ദ്രപ്രസ്ഥം എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്നത്തെ ന്യൂഡൽഹി. ഇങ്ങനെ 2 സ്ഥലത്ത് നിന്നും 148 കിലോമീറ്റർ ദൂരെയാണ് കുരുക്ഷേത്ര ഭൂമി. ഇന്നത്തെ പോലെ വാർത്താവിനിമയ സംവിധാനം ഒന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് യുദ്ധം ആരംഭിച്ചു. എന്താണ് അവിടെ നടക്കുന്നത് ആർക്കറിയില്ല. ഹസ്തിനാപുരിയിലെ എല്ലാവരും പോയി. ഹസ്തിനാപുരിയിൽ ഇപ്പൊ സ്ത്രീകളും ധൃതരാഷ്ട്ര മഹാരാജാവും സഞ്ജയൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവരെല്ലാം അക്ഷമയോട് കൂടിയിട്ട് കാത്തിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു ദൂതൻ വന്നു, ഒരു പടയാളി വന്നിട്ട് പറഞ്ഞു, അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ, ഒരു ദുഃഖവൃത്താന്തം അറിയിക്കാനുണ്ട്. നമ്മുടെ സർവസൈന്യാധിപനായിട്ടുള്ള ഭീഷ്മ പിതാമഹൻ നിലംപതിച്ചു. അദ്ദേഹം അർജുനന്റെ ശരങ്ങളേറ്റിട്ട് അതാ വലിയ ഒരു വടവൃക്ഷം നിലത്തു വിടുന്നത് പോലെ അദ്ദേഹം നിലംപതിച്ചിരിക്കുന്നു. എല്ലാവരും യുദ്ധമെല്ലാം നിർത്തി അവിടെ അദ്ദേഹത്തിന് ചുറ്റും നിൽക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിന് അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം സാധിപ്പിച്ചു കൊടുക്കുകയാണെന്ന് പറഞ്ഞു. ഇത് കേട്ടതോട് കൂടിയിട്ട് ധൃതരാഷ്ട്ര മഹാരാജാവ് മോഹാത്സ്യപ്പെട്ട് നിലംപതിച്ചു. വേഗം ആളുകളെല്ലാം വന്ന് ശുശ്രൂഷിച്ച് വേഗം വീശിക്കൊടുത്ത് വെള്ളമെല്ലാം തെളിച്ച് അദ്ദേഹത്തിന്റെ ദാഹമെല്ലാം അകറ്റിയിട്ട് വീണ്ടും സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നു. ഇത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ധൃതരാഷ്ട്ര മഹാരാജാവ് പറഞ്ഞു, അല്ലയോ സഞ്ജയ, എന്താണ് ഉണ്ടായത് അവിടെ? നിനക്കെല്ലാം അറിയാമല്ലോ. കാരണം എന്റെ പിതാവായിട്ടുള്ള വേദവ്യാസ മഹർഷി നിനക്ക് ദിവ്യചക്ഷുസ് നൽകിയിട്ടില്ലേ? അത് കാരണം നീ എല്ലാം കണ്ടു എന്നല്ല പറയണത്, എനിക്ക് വിശദമായിട്ട് പറയുമെന്ന് പറഞ്ഞു. അപ്പൊ യുദ്ധമെല്ലാം അനിവാര്യമായി തീർന്ന സമയത്ത് ഒരു ദിവസം വേദവ്യാസ മഹർഷി ശിഷ്യന്മാരുമൊത്ത് ഹസ്തിനാപുരം കൊട്ടാരത്തിലെത്തി. എല്ലാവരോടും പറഞ്ഞു, നല്ലപോലെ എല്ലാവരും പ്രാർത്ഥിക്കണം. നമ്മുടെ കുലത്തിന്റെ എല്ലാം അവസാനമായിരിക്കുന്നു.
കുട്ടി ജനിച്ചപ്പോ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവൻ കാരണം നമുക്ക് നാശം വരുത്തുമെന്ന്. അതിന് സമയമായിരിക്കുന്നു. അടുത്ത യുഗം ആരംഭിക്കാറായി. യുദ്ധം അനിവാര്യമാണ്. കാരണം ഗോവിന്ദൻ തന്നെ അവതരിച്ചിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. യുദ്ധം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല. മാത്രമല്ല ക്ഷത്രിയർക്ക് പറഞ്ഞിട്ടുള്ളതാണ് യുദ്ധം. അതുകൊണ്ട് അവര് ജയിച്ചാലും സ്വർഗലോകത്തെ അനുഭവിക്കാം, മരിച്ചാലും സ്വർഗലോകത്തിലെ അനുഭവിക്കാം. ആ വീരസ്വർഗം വീരക്ഷത്രിയന്മാർക്കുള്ളതാണെന്ന് പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും പുത്ര ആഗ്രഹമുണ്ടോ എന്ന് ധൃതരാഷ്ട്ര മഹാരാജാവിനോട് ചോദിച്ചു. ധൃതരാഷ്ട്ര മഹാരാജാവ് പറഞ്ഞു, എനിക്ക് യുദ്ധം കാണാൻ ആഗ്രഹമുണ്ട്, ഞാൻ വലിയ യുദ്ധങ്ങളൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഞാൻ ദിവ്യനേത്രങ്ങൾ തരാം, ദിവ്യചാക്ഷുഷി മന്ത്രം തരാം. അഥർവവേദത്തിലുള്ളതാണ്. ആ മന്ത്രം ചൊല്ലിയിട്ട് നമ്മൾ ഏത് സ്ഥലമാണ് കാണേണ്ടത്, അല്ലെങ്കിൽ ഏതു വ്യക്തിയെയാണ് കാണേണ്ടതെന്ന് നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തില് ആ രംഗമെല്ലാം കുറച്ചു നേരത്തേക്ക് പൂർണ്ണമായിട്ടും വരും. രംഗം വരിക മാത്രമല്ല, അവിടെ നടക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ സാധിക്കുകയും അവിടെയുള്ള ആളുകളുടെ മനോഗതം കൂടിയിട്ട് അറിയാനുള്ള ഒരു കഴിവുണ്ട്. വളരെ ശക്തമായിട്ടൊരു മന്ത്രമാണ് അത്. ധൃതരാഷ്ട്ര മഹാരാജാവിനെ ചൊല്ലി കേൾപ്പിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ പെട്ടെന്ന് തന്നെ അദ്ദേഹം വികാരാധീനനായി. അദ്ദേഹം പറഞ്ഞു, അയ്യോ വേണ്ട, എനിക്ക് വേണ്ട. കാരണം എന്റെ മനസ്സിൽ എന്റെ പുത്രന്മാരെല്ലാം മരിക്കുന്നത് കാണാനുള്ള ശക്തിയില്ല. യഥാ ധർമ്മസ്തോ ജയ, ധർമ്മം മാത്രമേ വിജയിക്കൂ, അതെനിക്കറിയാം. കാരണം എല്ലാവരും പറഞ്ഞു, മൈത്രേയ മഹർഷിയും വിതുരരും അങ്ങും എല്ലാവരും പറയുന്നു നമ്മുടെ പുത്രന്മാരെല്ലാം മരിക്കുമെന്ന്. അത് കാണാനുള്ള ശക്തി എനിക്കില്ല. പക്ഷെ വിവരങ്ങളെല്ലാം അറിയണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അങ്ങ് എന്റെ കാര്യസ്ഥനും എന്റെ വിശ്വസ്തനുമായിട്ടുള്ള എന്റെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ടുള്ള എന്റെ തേരാളിയായിട്ടുള്ള സഞ്ജയന് അതെല്ലാം ഉപദേശിച്ചു കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ തന്റെ ശിഷ്യനായിട്ടുള്ള സഞ്ജയന് വേദവ്യാസ മഹർഷി അതെല്ലാം ഉപദേശിച്ചു. സഞ്ജയൻ വളരെ ശുദ്ധഭക്തനായിരുന്നു. മിശ്ര സങ്കര വിഭാഗത്തിൽ പെട്ടതാണ്. തേരാളിയാണ്, സൂതപുത്രനാണ്. എങ്കിലും വളരെയധികം ഭക്തനായിരുന്നു, നല്ല ശ്രദ്ധയുള്ളവനായിരുന്നു, ആധ്യാത്മിക കാര്യങ്ങളില് വളരെയധികം ഉത്സുകനായിരുന്നു. അത് കാരണം അദ്ദേഹത്തിന്റെ പിതാവായിട്ടുള്ള ഗവൽഗണൻ വേദവ്യാസ മഹർഷിയോട് വന്ന് അഭ്യർത്ഥിച്ചു. വേദവ്യാസ മഹർഷി അദ്ദേഹത്തിനെ ശിഷ്യനായിട്ട് സ്വീകരിക്കുകയും വേദശാസ്ത്ര പുരാണങ്ങളെല്ലാം നല്ലപോലെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഗുരുദക്ഷിണ ചോദിക്കുന്ന സമയത്ത് സഞ്ജയനോട് പറഞ്ഞു, വേറൊന്നും വേണ്ട, മരണം വരെ എന്റെ പുത്രനായിട്ടുള്ള ധൃതരാഷ്ട്രയുടെ കൂടെ നീ നിൽക്കണം. അദ്ദേഹത്തിന് എല്ലാ സന്ദർഭങ്ങളിലും ഈ തത്വമെല്ലാം നീ ഉപദേശിച്ചു കൊടുക്കണം. അദ്ദേഹത്തിന് മനസ്സ് വേദനിപ്പിക്കരുത്. എപ്പോഴും ധർമ്മിഷ്ഠനായിട്ട് തീരാനായിട്ട് നീ അദ്ദേഹത്തിനെ സഹായിക്കണം എന്ന് പറഞ്ഞു. ശരി, അങ്ങനെയാകട്ടെ ഗുരു എന്ന് പറഞ്ഞ് അന്നു മുതല് ഗുരുദക്ഷിണയായിട്ട് സഞ്ജയൻ ഹസ്തിനാപുരം കൊട്ടാരത്തിലാണ് താമസിക്കുന്നത്. ഇങ്ങനെയുള്ള തന്റെ ശിഷ്യന് അതെല്ലാം നല്ലപോലെ ഉപദേശിച്ച് വേദവ്യാസ മഹർഷി അവിടെ നിന്ന് പലായനം ചെയ്തു. ഇങ്ങനെ ഈ വൃത്താന്തമെല്ലാം കേട്ട സമയത്ത് വീണ്ടും ധൃതരാഷ്ട്ര മഹാരാജാവ് പറഞ്ഞു, അല്ലയോ സഞ്ജയ, നീ ആ മന്ത്രം ചൊല്ലിയിട്ട് വേഗം എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ സഞ്ജയൻ കുറച്ചു നേരം ധ്യാനിച്ച് വേഗം ആ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. പക്ഷെ ധൃതരാഷ്ട്ര മഹാരാജാവിന് അതുകൊണ്ടൊന്നും തൃപ്തിയായില്ല. ധൃതരാഷ്ട്ര മഹാരാജാവ് പറഞ്ഞു, എനിക്ക് ആ സ്വച്ഛന്ത മൃത്യുവായിട്ടുള്ള ഭീഷ്മ പിതാമഹന്റെ പതനം മാത്രമല്ല, ആരംഭം മുതല് നീ പറഞ്ഞിട്ടുള്ള ആ കാർത്തിക മാസത്തിന്റെ അവസാനത്തെ കൃഷ്ണപക്ഷത്തിലെ ത്രയോദശി നാള് മുതലുള്ള എല്ലാ കാര്യവും വിശദമായിട്ട് പറയാൻ പറഞ്ഞു. അങ്ങനെ സഞ്ജയൻ വീണ്ടും ധ്യാനിച്ചുകൊണ്ട് ആ വൃത്താന്തമെല്ലാം പറയാൻ ആരംഭിക്കുകയാണ്. അതാണ് ശ്രീമദ് ഭഗവത്ഗീതയിലെ ഒന്നാമത്തെ ശ്ലോകമായിട്ട് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദ യുജുത്സവ മാമക പാണ്ഡവാശ്ചൈവ കിം അകുർവത സഞ്ജയ. അല്ലയോ സഞ്ജയ, ധർമ്മക്ഷേത്രമായിട്ടുള്ള കുരുക്ഷേത്ര ഭൂമിയില് യുദ്ധോത്സുകരായിട്ട് യുദ്ധം ചെയ്യാൻ ഇച്ഛിച്ചുകൊണ്ട് അവിടെ എത്തിച്ചേർന്ന എന്റെ പുത്രന്മാരായിട്ടുള്ള കൗരവ പക്ഷക്കാരും എന്റെ സഹോദരന്റെ പുത്രന്മാരുടെ പക്ഷക്കാരായിട്ടുള്ള പാണ്ഡുപക്ഷക്കാരും എന്തു ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തില് എന്തു ചെയ്തു, എന്തു ചെയ്യുന്നു എന്നല്ല ചോദിക്കണം, എന്തു ചെയ്തു കഴിഞ്ഞു. അവിടെ സംഭവങ്ങളെല്ലാം ആരംഭിച്ചു, ഇവിടെ പതനവും കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് പിന്നെ നാം കേൾക്കുന്നത് ഈ ദാമോദര മാസം അല്ലെങ്കിൽ കാർത്തിക മാസം കഴിഞ്ഞിട്ട് അടുത്ത മാസമായിട്ടുള്ള മാർഗശീർഷ മാസത്തിലെ കൃഷ്ണപക്ഷ വൈകുണ്ഠ ഏകാദശി അല്ലെങ്കിൽ മോക്ഷസ ഏകാദശിയുടെ അന്നാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അന്നാണ് സഞ്ജയൻ എല്ലാം വിശദമായിട്ട് തുറന്നു പറയുന്നത്. പക്ഷെ ഈ സംഭവം മുന്നു കഴിഞ്ഞതാണ്. അതുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീതയ്ക്ക് യാതൊരു കോട്ടവുമില്ല. കാരണം എന്താണ്? സർവവേദ വേദാന്ത സാര സർവസ്വമാണ്. അതിന് യാതൊരു തരത്തിലും സമയപരിധിയില്ല, ദേശപരിമിതിയില്ല, ഒന്നുമില്ല. അത് നിത്യ മുക്തമാണ്, നിർബന്ധമാണ്, എല്ലാമാണ്. മാത്രമല്ല പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാന്റെ വായിൽ നിന്ന് വരുന്ന അമൃതമാണ്. അതുകൊണ്ട് ആചാര്യന്മാരെല്ലാം അതിനെ ഗീതോപനിഷത്ത് എന്ന് വിളിക്കുന്നു. ചില ആചാര്യന്മാർ അതിനെ സർവവേദ വേദാന്ത സാര സർവസ്വം, എല്ലാ വേദങ്ങളുടെയും വേദാംഗങ്ങളുടെയും വേദാന്തങ്ങളുടെയും എല്ലാം സാരമാണ്
ഇടിച്ചു പിഴിഞ്ഞിട്ടുള്ള നീരാണ്. അത് വെറുതെ പാനം ചെയ്താൽ മതി. നിങ്ങൾ 108 മഹാ ഉപനിഷത്തുകളോ 108 ലഘു ഉപനിഷത്തുകളോ 4 വേദങ്ങളോ 6 വേദാംഗങ്ങളോ 4 ഉപവേദങ്ങളോ മറ്റു തത്വശാസ്ത്രങ്ങളോ ഒന്നും വായിക്കാൻ പോകേണ്ട ആവശ്യമില്ല. വെറും ഏകം ശാസ്ത്രം ദേവകി പുത്രഗീതം ഒരു ഗ്രന്ഥം മാത്രം വായിച്ചാൽ മതി. ദേവകി പുത്രനായിട്ടുള്ള ഭഗവാൻ പാടിയ പാട്ട്. ഇത് മഹാഭാരതത്തിന്റെ ഒരു ഭാഗമാണ് യഥാർത്ഥത്തിൽ. നാം ഇന്ന് കേൾക്കുന്ന ശ്രീമദ് ഭഗവത്ഗീത ഒരു സ്വതന്ത്ര ഗ്രന്ഥമല്ല. അത് സ്മൃതി വിഭാഗത്തിൽപ്പെടുന്ന മഹാഭാരതത്തിന്റെ ഇതിഹാസത്തിന്റെ ഒരു ഭാഗമാണ്. നമുക്ക് ആധ്യാത്മിക ശാസ്ത്രം പരിശോധിക്കുകയാണെങ്കിൽ അതില് 2 വിഭാഗമാണുള്ളത്. ഒന്ന് ശ്രുതി വിഭാഗം, വേദങ്ങള്, ഉപവേദങ്ങള്, വേദാംഗങ്ങള്, വേദാന്തം എന്നറിയപ്പെടുന്ന ഉപനിഷത്തുകൾ. ഭഗവാനിൽ നിന്ന് നേരിട്ട് കേട്ടത്. രണ്ടാമത്തെ വിഭാഗത്തിൽ വിടുന്നതാണ് സ്മൃതി വിഭാഗം. ഈ കേട്ടത് പിന്നീട് തലമുറകളായിട്ട് കേട്ട് വരുന്നത്, ഓർത്തെടുത്തു വരുന്നത്. സ്മര്യതേ ഇതി സ്മൃതി. സ്മൃതി വിഭാഗത്തിൽ ഏതൊക്കെയാണ്? ഇതിഹാസങ്ങള്, രാമായണം, മഹാഭാരതം, അതുപോലെ തന്നെ അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള 18 മഹാപുരാണങ്ങള്, 18 ഉപപുരാണങ്ങള്, ഇതെല്ലാം സ്മൃതി വിഭാഗത്തിൽ വിടുന്നു. അപ്പൊ ആളുകൾ ചോദിക്കും, പ്രത്യേകിച്ച് അന്യമതക്കാര് ചോദിക്കും, നിങ്ങൾ രണ്ടാമത്തെ വിഭാഗത്തിൽ പെടുന്ന ഇതിഹാസമാകുന്ന മഹാഭാരതത്തിന്റെ ഉള്ളിൽ വരുന്ന ശ്രീമദ് ഭഗവത്ഗീതയല്ലേ ശാസ്ത്രീയമായിട്ട് നിങ്ങൾ ഏറ്റവും ഉത്തമം എന്ന് കരുതുന്നത്? പക്ഷെ അത് 2ാം വിഭാഗത്തിൽ പെടുന്നതല്ലേ? അല്ല, അത് ഭഗവാൻ നേരിട്ട് പറഞ്ഞതാണ്, ഉപനിഷത് സാരങ്ങളാണ്. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും ശ്രേഷ്ഠമാണ്. മാലിന്യങ്ങളുടെ ഇടയിലോ ചെളിയിലോ സ്വർണ്ണ നാണയം കിടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വജ്രം കിടന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് മാലിന്യം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അത് ശ്രേഷ്ഠം തന്നെയാണ്. അതിന് യാതൊരു തരത്തിലും അതിന്റെ മാറ്റു കുറയുന്നില്ല. അതുകൊണ്ട് മഹാഭാരതത്തില് അനേകം ഉപദേശങ്ങളുണ്ട്, ഗീതകളുണ്ട്. ഉദ്ധവഗീതയുണ്ട്, രാമഗീതയുണ്ട്, ലക്ഷ്മണഗീതയുണ്ട്, വ്യാനഗീതയുണ്ട്, ഇളാവൃത ഗീതയുണ്ട്, തുടങ്ങിയ ഗോപീഗീതയുണ്ട്. 18 ഗീതകളുണ്ട്. പക്ഷെ അതിലെല്ലാം ഏറ്റവും പ്രാധാന്യം ശ്രീമദ് ഭഗവത്ഗീതയാകുന്ന ഭഗവാൻ പാടിയ പാട്ട്, ഭാഗവതാം ഇതി ഗീത, ഭഗവത്ഗീത, അങ്ങനെ ശ്രേഷ്ഠമായിട്ട് തെരഞ്ഞെടുത്തു. 1,217 ശ്ലോകങ്ങളും 1639 അധ്യായങ്ങളും അടങ്ങുന്നതാണ് മഹാഭാരതം എന്നറിയപ്പെടുന്ന നമ്മുടെ ഇതിഹാസം. ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസമാണ്. അതിനേക്കാളും ഉപരി അന്യമതക്കാരുടെ എല്ലാ ഗ്രന്ഥങ്ങളും ഒരു ത്രാസിന്റെ ഒരു തട്ടിലും നമ്മുടെ മഹാഭാരതം ഒരു തട്ടിലും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മഹാഭാരതം അങ്ങനെ തന്നെ ഇരിക്കും. അതിനെ പൊന്തിക്കാനായിട്ട് ഇന്ന് വരെ ഒരു ഗ്രന്ഥവും വന്നിട്ടില്ല. ഒരു ഗ്രന്ഥം മാത്രമല്ല, ഈ ലോകത്തിലുള്ള 217 മതക്കാരുടെ ഗ്രന്ഥങ്ങൾ അതിൽ വെച്ചാലും ഈ തട്ട് പൊങ്ങില്ല. അത്രയും മഹത്വത്വാത് ഭാരവത്വാത് ഇതി മഹാഭാരതം പഞ്ചമവേദം ഉച്ചതേ. അത് 5ാമത്തെ വേദം തന്നെയാണ്. വേദത്തിന്റെ അത്രയ്ക്ക് തന്നെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് മഹാഭാരതം എന്ന ആ ഇതിഹാസത്തിനും. അതുകൊണ്ടാണ് നേരത്തെ ശ്രീമദ് ഭഗവത്ഗീത വളരെ ശ്രേഷ്ഠമെന്ന് കാണുന്നത്. ഇങ്ങനെ ആ 1,217 ശ്ലോകങ്ങളോടൊത്ത മഹാഭാരതത്തിനെ അതിന്റെ വലിപ്പം കൊണ്ട് മഹത്വം കൊണ്ട് 18 ഭാഗങ്ങളായിട്ട് 18 പർവ്വങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. വലിയ വലിയ അധ്യായങ്ങൾ, അനേകം അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്ന അതിന്റെ ഭാഗമായിട്ട് ആദിപർവം, സഭാപർവം, വനപർവം, വിരാടപർവം, ഉദ്യോഗപർവം, അതുപോലെ തന്നെ ഭീഷ്മപിതാമഹൻ സർവ്വസൈന്യാധിപനായിരിക്കുന്ന ഭീഷ്മപർവം, ദ്രോണാചാര്യർ സർവ്വസൈന്യാധിപനായിരിക്കുന്ന ദ്രോണപർവം, കർണപർവം, ഇങ്ങനെ അനേകം പർവ്വങ്ങളുണ്ട്. 18 പർവ്വങ്ങളുണ്ട്, സ്വർഗാരോഹണ പർവം വരെ. അതില് ശ്രീമദ് ഭഗവത്ഗീത വരുന്നത് ഭീഷ്മപിതാമഹൻ സർവ്വസൈന്യാധിപനായിട്ട് യുദ്ധം ആരംഭിച്ചിട്ടുള്ള ആ ശ്രീമദ് ഭഗവത്ഗീത എന്നറിയപ്പെടുന്ന ഉപപർവത്തിലാണ്, ഭീഷ്മപർവത്തിലാണ് വരുന്നത്. 6ാമത്തെ പർവത്തിലാണ് വരുന്നത്. അങ്ങനെ ഓരോ പർവത്തിനെയും 100 കണക്കിന് ഉപപർവങ്ങളായിട്ട് ചെറിയ ചെറിയ അധ്യായങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. വീണ്ടും അതിൽ വേറെ അധ്യായങ്ങളുണ്ട്. ഇങ്ങനെയാണ് മഹാഭാരതത്തിന്റെ ഘടിപ്പ്. ഇതില് ഭീഷ്മപർവത്തിലെ ശ്രീമദ് ഭഗവത്ഗീത പർവമാകുന്ന ഉപപർവത്തിലെ അധ്യായം 25 മുതൽ 42 വരെയാണ്. 18 അധ്യായങ്ങളാണ് ശ്രീമദ് ഭഗവത്ഗീത. അത് ആചാര്യന്മാര് അതിൽ നിന്ന് അടർത്തിയെടുത്ത് കീറിയെടുത്തിട്ട് സ്വതന്ത്ര ഗ്രന്ഥമായിട്ട് അവതരിച്ചു. അതാണ് ശ്രീമദ് ഭഗവത്ഗീത. ഇപ്രകാരം 18 അധ്യായങ്ങളോടൊത്തതും 700 ശ്ലോകങ്ങളുമായിട്ടുള്ള ഭഗവത്ഗീത 700 ഗ്രന്ഥങ്ങളായിട്ടാണ് പരിഗണിക്കുന്നത്. വെറും ശ്ലോകങ്ങളല്ല. കാരണം ഓരോ ശ്ലോകത്തിനും നിങ്ങൾക്ക് ഓരോ പുസ്തകങ്ങൾ രചിക്കുവാനായിട്ട് കഴിയും. അത് 700 രത്നങ്ങളോടൊത്ത ഒരു വലിയ രത്നമാലയാണ്, വജ്രമാലയാണ്, ഡയമണ്ട് നെക്ലസ് ആയിട്ടാണ് ആചാര്യന്മാരെല്ലാം അതിൽ പരിഗണിക്കുന്നത്. ഇപ്രകാരം തീയതിയും നിശ്ചയിച്ചു, അതുപോലെ തന്നെ ദിവസവും നിശ്ചയിച്ചു. എല്ലാവരും അവിടെ ഒത്തുകൂടി യുദ്ധവ്യവസ്ഥകളെല്ലാം ഉണ്ടാക്കി.
സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെയാണ് യുദ്ധം. അത് കഴിഞ്ഞിട്ട് ആരും യുദ്ധം ചെയ്യാൻ പാടില്ല. എല്ലാവരും ശത്രുത വെടിഞ്ഞിട്ട് മിത്രങ്ങളായിട്ട് പരിഗണിക്കണം. അവിടെ ഡാൻസ്, പാട്ട്, നൃത്തങ്ങള്, ഭക്ഷണം, പാനീയങ്ങള്, വ്യായാമം, അതുപോലെ തന്നെ എല്ലാതും അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പരസ്പര വൈരമെല്ലാം മറന്നിട്ട് വേണമെങ്കിൽ കെട്ടിപ്പിടിക്കാം, ഒരു മുറിയിൽ ഉറങ്ങാം. പക്ഷെ വീണ്ടും യുദ്ധസമയമാവുമ്പോൾ ശത്രുക്കളെ പോലെ പെരുമാറണം. ഇങ്ങനെയാണ് വ്യവസ്ഥ. അതുപോലെ തന്നെ കാലാളിനോടും ആ കുതിരപ്പുറത്തിരിക്കുന്നവൻ കുതിരപ്പുറത്തിരിക്കുന്നവനോടും ആനപ്പുറത്തിരിക്കുന്നവൻ ആനപ്പുറത്തിരിക്കുന്നവനോടും രഥത്തിലിരിക്കുന്നവനോടും രതിയോടും അതിരഥിയോടും മഹാരഥിയോടും മാത്രമേ യുദ്ധം ചെയ്യാൻ പാടുള്ളൂ. അവിടെ പരിക്കേറ്റവരെ സഹായിക്കാൻ വരുന്ന ആളുകളെ ഉപദ്രവിക്കരുത്. ഇങ്ങനെയുള്ള കുറെ വ്യവസ്ഥകളെല്ലാം ഉണ്ടാക്കി എല്ലാവരും അത് സമ്മതിച്ചു. അങ്ങനെ യുദ്ധം ആരംഭിക്കാറായി. അപ്പോ ഇന്ന് പോലീസ് സേനയിലും അതുപോലെ തന്നെ നമ്മുടെ സൈന്യത്തിലും കരസേനയിലും വായുസേനയിലും നാവികസേനയിലും എല്ലാം കാണുന്ന പോലെ നമുക്കും സൈന്യവ്യൂഹങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോ കാണുന്ന എല്ലാ തരത്തിലും അല്ലെങ്കിൽ അതിനേക്കാളും ശ്രേഷ്ഠമായിട്ട് നോക്കൂ, 5000-കണക്കിനോ അല്ലെങ്കിൽ 10,000-കണക്കിനോ വർഷങ്ങൾക്ക് മുന്ന് തന്നെ ഈ സംവിധാനം സനാതനധർമ്മത്തിൽ അല്ലെങ്കിൽ ഭാരതത്തില് നിലനിന്നിരുന്നു. അത് കണക്കാക്കാതെയാണ്, അത് മനസ്സിലാക്കാതെയാണ് നമ്മൾ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും നോക്കിയിരിക്കുന്നത്. നമ്മുടെ മൂല്യം നമുക്കറിയില്ല. അത് നാം പഠിക്കേണ്ട സമയമായിരിക്കുന്നു. എല്ലാവരും മറ്റുള്ള മതക്കാരുടെയും അതുപോലെ തന്നെ മറ്റു രാജ്യക്കാരുടെയും ശ്രേഷ്ഠത എപ്പോഴും പൊക്കിക്കാണിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ അതിന്റെ 1000 ഇരട്ടി മൂല്യമുള്ളതാണ്, ശ്രേഷ്ഠതയുള്ളതാണ് നമ്മുടെ ഹിന്ദുമതം അല്ലെങ്കിൽ സനാതനധർമ്മം. ആ ചതുരംഗ സേന, കാലാള്, കുതിരസേന, ഗജസേന, അതായത് ആന, പിന്നെ രഥങ്ങൾ, ഇങ്ങനെയാണ് ചതുരംഗ സേന എന്നറിയപ്പെടുന്നത്. അതിന് ഓരോ വിഭാഗത്തിനും ചെറിയ വിഭാഗമുണ്ട്, അതിനേക്കാളും വലിയ വിഭാഗമുണ്ട്, അതിനേക്കാളും വലിയ വിഭാഗമുണ്ട്. നമ്മളിപ്പോ മിലിറ്ററി നോക്കിക്കഴിഞ്ഞാൽ ഗ്രൂപ്പ്, കമ്പനി, പ്ലാറ്റൂൺ, ബറ്റാലിയൻ, ഇതൊക്കെ നിങ്ങൾക്ക് കേൾക്കും. അവിടെ 2 കമ്പനി പട്ടാളം ഇറങ്ങി, അവിടെ 3 ബറ്റാലിയൻ പട്ടാളം ഇറങ്ങി. ഇതെല്ലാം നിങ്ങൾ പത്രത്തിൽ വായിക്കും ഇലക്ഷന്റെ സമയത്തോ അല്ലെങ്കിൽ കലാപങ്ങളെല്ലാം പൊട്ടിപ്പെടുന്ന സമയത്ത്. ഇതുപോലെ തന്നെ നമുക്കൊരു വ്യവസ്ഥയുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ചെറുതാണ് പത്തി എന്ന് പറയുന്നത്. അതായത് ഏഘോരഥ ഗജശ്ചേഗോ നര പഞ്ചപദായതഃ ത്രയശ്ച തുരകാശ്ചൈ പത്തിരിത്യഭിധീയതേ. പത്തി എന്ന് പറയുന്നതാണ് ഏറ്റവും ചെറുത്. ഒരു ഗ്രാമത്തിലോ അല്ലെങ്കിൽ കുടുംബക്കാരോ അയൽക്കാരോ തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ രാജാവ് ആദ്യം അയക്കുന്നത് ഒരു പത്തിയെയാണ്. ഒരു പത്തി എന്ന് പറഞ്ഞാൽ ഒരു രഥം, ഒരു ആന, 3 കുതിര, 5 കാലാള്. ഇതിനെയാണ് പത്തി എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ സൈന്യമാണ്. അത് കഴിഞ്ഞിട്ട് അതിനേക്കാളും വലുതാണ് സേനാമുഖം. എന്താണ്? ത്രയശ്ച തുരകാശ്ചൈവ. പത്തി ടു ത്രിഗുണം. പത്തിയുടെ ത്രിഗുണമാണ്, 3 ഗുണമാണ്. ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു രഥം, ഒരു ആന, 3 കുതിര, 5 കാലാളാണ് പത്തി. അതിന്റെ 3 ഇരട്ടിയാണ് സേനാമുഖം എന്നറിയപ്പെടുന്നത്. അതായത് 3 രഥം, 3 ആന, 9 കുതിരകള്, 15 കാലാള്. അതിന്റെ 3 ഇരട്ടിയാണ് ഗുൽമം എന്ന് പറയുന്നത്. അതിന്റെ 3 ഇരട്ടിയാണ് ഗണം എന്ന് പറയുന്നത്. അതിന്റെ 3 ഇരട്ടിയാണ് വാഹിനി എന്ന് പറയുന്നത്. അതിന്റെ 3 ഇരട്ടിയാണ് പ്രധന എന്ന് പറയുന്നത്. അതിന്റെ 3 ഇരട്ടിയാണ് ചമു എന്ന് പറയുന്നത്. മഹദീം ചമുവും കേട്ടിട്ടില്ലേ? ഭഗവത്ഗീതയിലെ 1-ാമത്തെ അധ്യായത്തിലുണ്ട് മഹദീം ചമുവും. ആ മഹത്തായ സേനയെ നോക്കൂ ആചാര്യ എന്ന് പറയുന്നുണ്ട് ദുര്യോധനൻ, വിഡ്ഢിയായിട്ടുള്ള ദുര്യോധനൻ. അപ്പൊ ചമു, ഈ ചമുവിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിന്റെ 3 ഇരട്ടിയാണ് അനീകിനി. അതിന്റെ 10 ഇരട്ടിയാണ് ഒരു അഷൗഹിണി എന്ന് പറയുന്നത്. അഷൗഹിണി എല്ലാവർക്കും അറിയാം. മറ്റേതൊക്കെ ചിലപ്പോൾ നിങ്ങൾ കേട്ടിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ കേട്ടില്ല. പക്ഷെ ഇതെല്ലാം മഹാഭാരതത്തിലുണ്ട്. ഭഗവത്ഗീതയുടെ തൊട്ട് മുന്നിലത്തെ അധ്യായമായിട്ടുള്ള ആ ഉദ്യോഗപർവത്തിന്റെ അവസാനത്തിൽ വരുന്ന അധ്യായത്തിലാണ് ഇതെല്ലാം വിശദീകരിച്ചിരിക്കുന്നത്. ഇപ്രകാരം ഒരു അക്ഷൗഹിണി എന്ന് പറയുമ്പോൾ 21,870 രഥം, 21,870 ആന, 65,610 കുതിര, 1,09,350 കാലാള്. ഇതെല്ലാം അടങ്ങിയതാണ് ഒരു അക്ഷൗഹിണി എന്ന് പറയുന്നത്. ഇതുപോലത്തെ 7 അക്ഷൗഹിണി ആർക്കുണ്ടായിരുന്നു? പാണ്ഡവർക്കുണ്ടായിരുന്നു. അവര് ആരാണ് നയിച്ചിരുന്നത്? ഒരു അക്ഷൗഹിണിയെ ചേകിതാനൻ, ദ്രുപദ മഹാരാജാവ്, വിരാടൻ, സാത്യകി, ദൃഷ്ടകേതു, ശിശുപാലന്റെ പുത്രനായിട്ടുള്ള ദൃഷ്ടകേതു, അതുപോലെ ദ്രുപദ മഹാരാജാവിന്റെ പുത്രനായ ശിഖണ്ഡി, ജരാസന്ധന്റെ പുത്രനായിട്ടുള്ള മഗധയിലെ സഹദേവൻ. ഇവർ 7 പേരുമാണ് 7 അക്ഷൗഹിണി സേനയെ. ഇതെല്ലാം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് അല്ലെ? ആ പാണ്ഡവസേനയിലെ ആളുകളെയെല്ലാം ദുര്യോധനൻ തന്റെ ആചാര്യന് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഈ 7 പേരും അതിൽ കാണാനായിട്ട് സാധിക്കും. എന്നിട്ട് ഇവരുടെ എല്ലാം സംരക്ഷകനായിട്ട്, സർവ്വസൈന്യാധിപനായിട്ട്, അഗ്നിയിൽ നിന്ന് ജന്മം എടുത്തിട്ടുള്ള
ദൃഷ്ടദ്യുമ്നനെ, ദ്രുപദ മഹാരാജാവിന്റെ പുത്രനെ, ദ്രൗപദിയുടെ സഹോദരനെ സർവ്വസൈന്യാധിപനുമായിട്ടും നിയമിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്കൊരു അസിസ്റ്റന്റിനെ വേണമെന്ന് പറഞ്ഞു, രക്ഷകനായിട്ട്. ശരി ആയിക്കോട്ടെ, ആരെ വേണം ചോദിച്ചു. പറഞ്ഞു എനിക്ക് ഭീമസേനനെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഭീമസേനനെ അസിസ്റ്റന്റ് കമാൻഡർ ഇൻ ചീഫ് അല്ലെങ്കിൽ ഉപ സർവ്വസൈന്യാധിപനായിട്ട് നിയമിച്ചു. ഇനി കൗരവർക്കാണെങ്കിൽ എത്ര അശൗഹിണി സേനയുണ്ട്? 11. മഹാഭാരതം നോക്കുകയാണെങ്കിൽ എല്ലാം 18 18 പർവ്വങ്ങള്, 18 സേനയ, 18 വ്യൂഹങ്ങള്, 18 പഠിച്ച പണി 18 എല്ലാം 18. ശബരിമലയിൽ 18 പണി. അപ്പൊ നിങ്ങൾ അത് ഓർത്താൽ മതി. അത് ദ്രോണാചാര്യൻ, കൃപാചാര്യൻ, ത്രികർത്തൻ, ശല്യൻ, അശ്വത്ഥാമാവ്, ബാൽഹീകൻ അല്ലെങ്കിൽ സോമദത്തൻ, ഭൂരിശ്രവസ്, സുദക്ഷിണൻ, കൃതവർമാവ്, ജയദ്രഥൻ, ശകുനി. ഇവരാണ് ആ 11 സൈന്യാധിപന്മാര്. ഇവരുടെ എല്ലാം മേൽനോട്ടം വഹിക്കാനായിട്ട് സർവ്വസൈന്യാധിപനായിട്ട് കമാൻഡർ ഇൻ ചീഫായിട്ട് ആരെ തെരഞ്ഞെടുത്തു? ഭീഷ്മ പിതാമഹനെ തെരഞ്ഞെടുത്തു. അദ്ദേഹത്തിന് ആരെങ്കിലും സഹായത്തിന് വേണമെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, വേണ്ട, എനിക്ക് ഞാൻ തന്നെ മതി, ഞാൻ സ്വച്ഛന്ത മൃത്യുവാണ്, ഞാൻ പരശുരാമനെ വരെ തോൽപ്പിച്ചവനാണ്, എനിക്ക് ആരുടെ സഹായം ആവശ്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ സർവ്വസൈന്യാധിപനും ഉപസൈന്യാധിപനും ഒന്ന് തന്നെയാണ്. അവിടെയാണെങ്കിൽ ദൃഷ്ടദ്യുമ്നനും ഭീമസേനനും. അതില് ദുര്യോധനൻ 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് രക്ഷകന്മാരെ കുറിച്ചിട്ട്. ഭീഷ്മ പിതാമഹൻ സംരക്ഷിക്കുന്ന എന്റെ സേന അപര്യാപ്തമാണ്, അളവറ്റതാണ്. അതുപോലെ തന്നെ ഭീമസേനൻ തെളിയിക്കുന്നത് അവരുടെ പര്യാപ്തമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ രക്ഷകന്മാരെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. ഇങ്ങനെ സൈന്യങ്ങളെല്ലാം അണിനിരന്നു. അതിനുശേഷം ഇവയെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വീണ്ടും. എങ്ങനെ? നേരത്തെ പറഞ്ഞു, നമ്മൾ സൈന്യത്തിൽ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ലെഫ്റ്റനന്റ്, ക്യാപ്റ്റൻ, മേജർ ജനറൽ, ഇങ്ങനെയുള്ള കുറെ പദവികൾ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മുടെ സേനയിലും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. രഥി, അധിരഥി, അർദ്ധരഥി, മഹാരഥി, മഹാമഹാരഥി, അതിമഹാരഥി, ഇങ്ങനെയുള്ള വലിയ വലിയ പൊസിഷൻസ് ആണ് അന്നുണ്ടായിരുന്നത്. രഥി എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ 100 പേരോട് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാൻ കഴിവുള്ളവൻ. 100 പേരോട് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാൻ കഴിവുള്ള വ്യക്തിയാണ് രഥി. യുദ്ധം ചെയ്യുക മാത്രമല്ല, തന്റെ രഥത്തിനെ സംരക്ഷിക്കണം, തന്റെ തേരാളിയെയും തന്റെ കുതിരകളെയും സംരക്ഷിക്കണം. അതുപോലെ തന്നെ 1000 പേരോട് ഒറ്റയ്ക്ക് അല്ലെങ്കിൽ 12 രഥികളോട് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാൻ കഴിവുള്ളവനാണ് അതിരഥി. യുദ്ധം ചെയ്യുക മാത്രമല്ല, തന്റെ രഥത്തിനെയും തന്റെ തേരാളിയെയും തന്റെ കുതിരകളെയും സംരക്ഷിക്കണം. പിന്നെ പറയുന്നത് മഹാരഥി, നല്ലൊരു പൊസിഷനാണ്. സർവ ഏവ മഹാരഥാഹ എന്ന് ദുര്യോധനൻ പറയുന്നുണ്ട് കുറെ ആളുകളെ പരിചയപ്പെടുത്തിയതിനു ശേഷം. ഏകോ ദശസഹസ്രാണി യോധയേ യസ്തുധന്യനാം ശാസ്ത്ര പ്രവീണശ്ച മഹാരഥ ഇതി സ്മൃതഃ. അല്ലയോ ആചാര്യ, മഹാരഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ധനുർവേദത്തില് പ്രാവീണനായിരിക്കണം. അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും, ദൂരെയുള്ള ആളുകളെ വധിക്കാൻ ഉപയോഗിക്കുന്ന അസ്ത്രങ്ങള്, അടുത്തുള്ള ആളുകളെ വധിക്കാൻ ഉപയോഗിക്കുന്ന ശസ്ത്രങ്ങള്, ഇതിൽ രണ്ടിലും നല്ലപോലെ പ്രാവീണ്യം നേടിയവനായിരിക്കണം. ഏകോ ദശസഹസ്രാണി, 10,000 പേരോട് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാൻ കഴിവുള്ളവനായിരിക്കണം. ചില ആളുകൾ പറയുന്നു ഏകാദശ സഹസ്രാണി എന്നാ പറഞ്ഞിരിക്കുന്നത്, 11,000 ആണെന്ന്. ചിലർ പറയുന്നു അല്ല, ഏകദശ സഹസ്രാണി എന്നാ പറയണ, 10,000 പേരോട്. കുഴപ്പമില്ല, ഏത് വേണമെങ്കിൽ നിങ്ങൾ എടുത്തോളൂ. അവരെ സംബന്ധിച്ച് 10,000 11,000 ഒന്നും ഒരു വിഷയമേ അല്ല. അപ്പൊ 10,000 പേരോട് ഒറ്റയ്ക്ക് അല്ലെങ്കിൽ 11,000 പേരോട് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ആര്? മഹാരഥൻ എന്നറിയപ്പെടുന്നത്. നോക്കൂ, നമ്മുടെ ഭാരതത്തിന്റെ കഴിവ് നിങ്ങളൊന്ന് നോക്കൂ. മറ്റുള്ളവരിലേക്ക് നോക്കുന്നതിന് മുന്നേ നമ്മുടെ കാലഘട്ടത്തില് അല്ലെങ്കിൽ നമ്മുടെ സനാതന ധർമ്മത്തിൽ ഉണ്ടായിരുന്ന വ്യക്തികളുടെ വൈഭവം നിങ്ങളൊന്ന് നോക്കൂ, ഒന്ന് പരിശോധിച്ചറിയൂ. ഇപ്രകാരം രഥിയെന്നും അതിരഥിയെന്നും അർദ്ധരഥിയെന്നും മഹാരഥിയെന്നും എല്ലാം വേർതിരിവ് നടത്തി. പിന്നെ ഇതിനേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ള പദവികളുണ്ട്. അത് മഹാഭാരതത്തിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ രാമായണത്തിൽ പറയുന്നുണ്ട്. അതായത് അതിമഹാരഥി, 12 മഹാരഥന്മാരോട് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാൻ കഴിവുള്ളവൻ. ആലോചിച്ച് നോക്കൂ, അങ്ങനെ കഴിവുള്ളവനാണ് അതിമഹാരഥി. അതിനേക്കാൾ ശ്രേഷ്ഠമാണ് മഹാമഹാരഥി, 24 മഹാരഥന്മാരോട് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാൻ കഴിവുള്ളവൻ. അന്നും ആൾക്കാരുണ്ടായിരുന്നു, മഹാഭാരത സമയത്തുണ്ടായിരുന്നു, രാമായണ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഇങ്ങനെ പദവികളെല്ലാം നിശ്ചയിച്ച് സമയവും അതുപോലെ തന്നെ യുദ്ധ നിബന്ധനകളും എല്ലാം വെച്ചിട്ട് അങ്ങനെ ഇവര് യുദ്ധത്തിനായിട്ട് തയ്യാറെടുത്തു. അങ്ങനെ കാർത്തിക മാസത്തിന്റെ അവസാനം കൃഷ്ണപക്ഷ ത്രയോദശിക്ക് ഇവരെല്ലാം ഒത്തുകൂടി ശംഖുവിളികളെല്ലാം ആരംഭിച്ചു. ഈ സമയത്താണ് വില്ലാളി വീരനായിട്ടുള്ള അർജുനൻ പതുക്കെ പതുക്കെ നമ്മുടെ യുദ്ധരംഗത്തേക്ക് വരുന്നത്.
13 വർഷം ഉള്ളില് അടക്കി പിടിച്ചിട്ടുള്ള ആ ഒരു ദ്വേഷം, ശത്രുക്കളെയെല്ലാം വധിക്കണം. കാരണം ആ ചൂതുകളിയുടെ സമയത്ത് അനേകം പ്രതിജ്ഞകളെല്ലാം ചെയ്തിരുന്നു അർജുനനും ഭീമസേനനും. നിങ്ങളെയെല്ലാം ഞാൻ കളകളെ എന്ന പോലെ എല്ലാവരെയും തലകൊയ്യും, തൊട അടിച്ചു പൊട്ടിക്കും, നിങ്ങളുടെ വാരിയെല്ലാം തകർക്കും, നിങ്ങളുടെ സമ്പത്തും എല്ലാം ഞങ്ങൾ പിടിച്ചെടുക്കും, നിങ്ങളെ മുട്ടിൽ എഴയിപ്പിക്കും എന്നെല്ലാം അവിടെ പറഞ്ഞു. അതെല്ലാം 13 വർഷങ്ങളായിട്ട് ഹൃദയത്തിൽ കൊണ്ട് നടക്കുകയാണ് അർജുൻ. പക്ഷേ അതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി. യുദ്ധം ആരംഭിക്കുന്നതിന് 5-6 ദിവസം മുന്നേ എന്തായാലും പാണ്ഡവ സൈന്യം ജയിക്കുമെന്ന് ഉറപ്പായ സമയത്ത് ഇന്ന് രാഷ്ട്രീയക്കാരെല്ലാം ചെയ്യുന്ന കുടിലതന്ത്രങ്ങളെല്ലാം ധൃതരാഷ്ട്ര മഹാരാജാവ് പ്രയോഗിക്കാനായിട്ട് ആരംഭിച്ചു. നോക്കണേ, മഹാത്മാവായിട്ടുള്ള ഒരാളുടെ മകനാണ്. അതുപോലെ തന്നെ ഉപദേശിക്കാനായിട്ട് കുറെ ഇന്നത്തെ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കെല്ലാം ഉപദേശകരെ കൊടുക്കുന്ന പോലെ ഇവിടെ വിതുരരും സഞ്ജയനുമുണ്ട്. എന്നിട്ടും ആ ഹൃദയത്തിൽ നിന്ന്, മനസ്സിൽ നിന്ന് കുടിലതന്ത്രങ്ങളെല്ലാം പോകുന്നില്ല. ഭഗവാനെ ശരണം പ്രാപിച്ചാൽ മാത്രമേ നമുക്ക് രജോ ഗുണത്തിൽ നിന്നും തമോ ഗുണത്തിൽ നിന്നും ഉയർന്ന സത്വഗുണത്തിലേക്ക്, അല്ലാതെ നിങ്ങൾ ആരുടെ മകനാണോ അല്ലെങ്കിൽ ഏത് കുലത്തിലാണോ ജനിച്ചത് അതൊന്നും ഇതിന് ബാധകമല്ല. അദ്ദേഹം രഹസ്യമായിട്ടൊരു സന്ദേശം എഴുതി സഞ്ജയന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, വേറെ ആരുടെ കയ്യിലും കൊടുക്കരുത്, പ്രത്യേകിച്ച് ഗോവിന്ദൻ ഇത് അറിയാനേ പാടില്ല, ഇത് അർജുനന്റെ കയ്യിൽ കൊടുക്കണം എന്ന് പറഞ്ഞ ഒരു രഹസ്യ സന്ദേശം. രഹസ്യ സന്ദേശത്തിലെ സാരം ഇതാണ്: അല്ലയോ ഉണ്ണി, കുട്ട, പൊന്നു, അർജുന, മകനെ, നീ 2 ദിവസം കഴിഞ്ഞാൽ യുദ്ധത്തിനെല്ലാം പുറപ്പെടുമെന്ന് അറിയാം. യുദ്ധത്തിൽ നിങ്ങളാണ് ജയിക്കുന്നതെന്നും അറിയാം. നിങ്ങൾ യുദ്ധത്തിലൊക്കെ ജയിച്ച് എന്റെ പുത്രന്മാരെല്ലാം മരിച്ചു കഴിഞ്ഞാൽ ഈ വല്യച്ഛനും വല്യമ്മയും ആത്മഹത്യ ചെയ്യും, ജീവിച്ചിരിക്കില്ല. നിനക്ക് ഒരു നോക്ക് പോലും കാണാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. നിന്റെ അമ്മ ഞങ്ങളുടെ കൂടെയാണ്, അവളും ദുഃഖിതയാണ് നിന്നെ ആലോചിച്ച്. ഈ കുട്ടി എന്താ ഇങ്ങനെയെല്ലാം ചെയ്യുന്നതെന്ന് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളോട് ചോദിക്കും. നീ 12 വർഷം വനവാസ സമയത്തും 1 വർഷം അജ്ഞാതവാസ സമയത്തും ഞങ്ങൾ വളരെ സുഖത്തോടും ശാന്തിയോടും സമാധാനത്തോടും കൂടിയിട്ടാണ് ഹസ്തിനാപുരത്തിൽ കഴിഞ്ഞിരുന്നത്. പക്ഷെ ഇന്ന് ഞങ്ങൾ ഉറങ്ങിയിട്ട് മാസങ്ങളായി, ഞങ്ങൾക്ക് കണ്ണീരൊഴുക്കാനേ സമയമുള്ളൂ. അതുകൊണ്ട് നീ യുദ്ധത്തിൽ നിന്ന് പിന്മാറണം, യുദ്ധം ചെയ്യരുത്. നിങ്ങൾ സഹോദരന്മാർ വീണ്ടും വനത്തിൽ പോയിക്കോളും, നിങ്ങൾക്ക് വേണ്ടത് എല്ലാം ഞാൻ അവിടെ എത്തിച്ചു തരാം. ദൂതന്മാര് മുഖാന്തരം, ചാരന്മാര് മുഖാന്തരം എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരാം. ദയവ് ചെയ്തിട്ട് യുദ്ധം ഉപേക്ഷിക്കൂ. വല്യച്ഛനെ ഓർത്തെങ്കിലും, വല്യമ്മയെ ഓർത്തെങ്കിലും, എന്റെ അമ്മയെ ഓർത്തെങ്കിലും. ഇങ്ങനെ വളരെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങുന്ന രീതിയിലുള്ള സന്ദേശങ്ങളെല്ലാം കൊടുത്ത് ഒരു രഹസ്യ സന്ദേശം അർജുനന് ലഭിച്ചു. അർജുനൻ അത് വായിച്ചു. കുറച്ചു നേരത്തേക്ക് അദ്ദേഹത്തിന്റെ മനസ്സെല്ലാം ആ പ്രകമ്പനം കൊണ്ടു. ശരിയല്ലേ, അദ്ദേഹം, ഞാൻ ധർമ്മിഷ്ഠനല്ലേ, എനിക്ക് അഭയം തന്നത് അവരല്ലേ, അച്ഛൻ മരിച്ചതിന് ശേഷം പിന്നെ 10-25 വർഷക്കാലം ഞാൻ അവിടെയല്ല താമസിച്ചത്, വല്യച്ഛനും വല്യമ്മയല്ല എന്നെ സംരക്ഷിച്ചത്. ഇങ്ങനെയുള്ള ചിന്ത ഭഗവത് ഭക്തനായിട്ടുള്ള അർജുനന്റെ മനസ്സിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാക്കി. പക്ഷെ ഗോവിന്ദൻ അത് മനസ്സിലാക്കിയിട്ട് ഗോവിന്ദൻ പറഞ്ഞു, തളരരുത് അർജുന, കണ്ട ഭാവം നടിച്ചില്ല. പക്ഷെ അന്തരാമിയായിട്ടുള്ള ഭഗവാൻ അറിയാം ഇതെല്ലാം സംഭവിച്ചെന്ന്. അർജുന, നീ നമ്മുടെ കരുത്ത് തെളിയിക്കണം, നീ യാതൊരു തരത്തിലും നീ വിട്ടുവീഴ്ച ചെയ്യരുത്, നീ ഇതിന് പ്രതികാരം ചെയ്യണം, അർഹതപ്പെട്ടതാണ്. മറ്റുള്ളവരുടെ മുതലടിച്ചു മാറ്റാനല്ല നമ്മൾ വരുന്നത്, നമ്മൾ കൊടുത്തേൽപ്പിച്ച സാധനം തിരിച്ചു വാങ്ങാനാണെന്നെല്ലാം പറഞ്ഞ് അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരുന്നു, മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടിരുന്നു. ഇങ്ങനെ അതെല്ലാം മറക്കാനായിട്ട് ശ്രമിച്ചെങ്കിലും അർജുനന്റെ മനസ്സിന്റെ ഒരു ഭാഗത്ത് അതെല്ലാം ഒളിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ യുദ്ധത്തിനായിട്ട് വന്നു, ശംഖുവിളികളെല്ലാം ആരംഭിച്ചു, അസ്തമിച്ചു. 2 കൂട്ടരും അതാ സർവ്വസൈന്യാധിപന്റെ വാക്ക് കേൾക്കാനായിട്ട് തയ്യാറായ സമയത്ത് അർജുനൻ തന്റെ തേരാളിയായിട്ടുള്ള പാർത്ഥസാരഥിയായിട്ടുള്ള ഗോവിന്ദനോട് പറഞ്ഞു, അല്ലയോ ഗോവിന്ദ, 2 സൈന്യങ്ങളുടെയും നടുവിൽ കൊണ്ടുപോയിട്ട് നിർത്തൂ. ഉഭയോർ സേനയോർ മധ്യേ രഥം സ്ഥാപയത്വ. എന്റെ സൈന്യത്തിനെ കൊണ്ട് നിർത്തു, എന്റെ രഥത്തെ കൊണ്ട് നിർത്തു. എന്തിനു വേണ്ടിയിട്ടാണ്? യാവദേത നിരീക്ഷേഹം യോധുകാമാനവസ്ഥിതാൻ. എന്നോട് യുദ്ധം ഇച്ഛിച്ചുകൊണ്ട് വന്നിരിക്കുന്ന അർത്ഥകാമന്മാരായിട്ടുള്ള, അല്ലെങ്കിൽ ദുര്യോധനന്റെയും ദുശാസനന്റെയും എല്ലാം പ്രിയം ഇച്ഛിച്ചു വന്നിരിക്കുന്ന സമാന തൂവൽപക്ഷികളെ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ആ 2 സൈന്യത്തിന്റെയും നടുവില്. കാരണം 11 അക്ഷൗഹിണി സേന അവിടെയും 7 അക്ഷൗഹിണി സേന ഇവിടെയും ഉണ്ട്. ആലോചിച്ച് നോക്കണം, നേരത്തെ ഒരു കണക്ക് പറഞ്ഞു ഞാൻ. അപ്പൊ അത്രയും വലിയൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് 2 സൈന്യത്തിന്റെയും നടുവിൽ കൊണ്ട് നിർത്തിയാൽ മാത്രമേ ഇരു സൈന്യത്തിനെയും കാണാൻ സാധിക്കുള്ളൂ. കാരണം 13 വർഷമായിട്ട് അർജുനൻ ഇതൊന്നും കണ്ടിട്ടില്ല. അദ്ദേഹം വനവാസത്തിലായിരുന്നു, അജ്ഞാതവാസത്തിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് നാടുമായിട്ട് യാതൊരു ബന്ധമില്ല. ഇപ്പൊ ഒരു 2 ആഴ്ചയായിട്ടുള്ള ആളുകളുമായിട്ട് കാണാനും പരിചയപ്പെടാനും ആരംഭിച്ചത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് കാണണം, 2 സൈന്യത്തിന്റെയും നടുവിൽ കൊണ്ട് നിർത്താൻ പറഞ്ഞു. ഭഗവാനാകട്ടെ
ഒരു സൂത്രം പ്രയോഗിച്ചു. ആരെ കണ്ടാലാണ് അർജുനന്റെ ഉള്ളിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ രഹസ്യ സന്ദേശവും മമത്വബോധവും ദയ, കാരുണ്യം ഇതെല്ലാം ഉള്ളത്? അതെല്ലാം പുറത്ത് ചാടിക്കണം. കാരണം യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞിട്ട് ചാടിയിട്ട് കാര്യമില്ല. തന്റെ ഭക്തനെ സംരക്ഷിക്കേണ്ടത് ഭഗവാന്റെ കടമയാണ്. അതുകൊണ്ട് ആരെ കണ്ടാലാണ് സ്നേഹം, ദയ, കാരുണ്യം, മമത്വബോധം, ബന്ധുബോധം എല്ലാം വരുന്നത്? അങ്ങനെയുള്ള ഭീഷ്മ പിതാമഹൻ, ദ്രോണാചാര്യര്, കൃപാചാര്യര്, അശ്വത്ഥാമാവ്, യുധിഷ്ഠിരൻ, ശല്യമാമൻ തുടങ്ങിയിട്ടുള്ള ആളുകളുടെ മുന്നിൽ കൊണ്ടു നിർത്തി അവരെ വ്യക്തമായിട്ട് കാണാവുന്ന അഭിമുഖമായിട്ട് നിർത്തിയിട്ട് പറഞ്ഞു, അല്ലയോ കൗന്ദേയ, നീ നോക്കിക്കോളൂ നിന്റെ ബന്ധുമിത്രാദികളെ, അവസാനമായിട്ട് നോക്കിക്കോളൂ, ഇനി നീ അവരെ കാണാനൊന്നും പോകുന്നില്ല. ഇത് ചാട്ടുളി പോലെ, മൂർച്ചയേറിയ ഒരു അസ്ത്രം പോലെ അർജുനന്റെ ഹൃദയത്തിലേക്ക് തുളഞ്ഞു കയറി. കാരണം ശത്രുക്കളെ കാണാനാണ് വന്നത്. അദ്ദേഹം കണ്ടത് ആരെയാണ്? എല്ലാ ബന്ധുമിത്രാദികളെയും. തന്റെ മുത്തച്ഛന്റെ പ്രായമുള്ള ആളുകളെ, തന്റെ പിതാവിന് പ്രായമുള്ള ആളുകളെ, തന്റെ അമ്മാവന്മാരെ, തന്റെ ഭാര്യാപിതാക്കന്മാരെ, ഭാര്യാ സഹോദരന്മാരെ, ചെറുപ്പത്തില് കളിച്ച് ഒന്നിച്ചു നടന്നവര്, ഒരു പായയിൽ കിടന്നുറങ്ങിയവര്, വിനോദത്തിനായിട്ട് വന്നവര്, ഇങ്ങനെ എവിടെ നോക്കിയാലും ഏതെങ്കിലും ഒരു തരത്തില് ഒന്നില്ലെങ്കിൽ നേരിട്ടിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ പരോക്ഷമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ എന്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ എന്റെ അളിയന്മാരുമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ എന്റെ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധം, ഇങ്ങനെ സർവത്ര ബന്ധുമിത്രാദികളെ കണ്ടു. പതുക്കെ പതുക്കെ നേരത്തെ മനസ്സിൽ അടക്കി വെച്ചിരുന്ന ദയ, കാരുണ്യം, ആ രഹസ്യ സന്ദേശത്തിന്റെ സാരാംശം ഇതെല്ലാം പുറത്തു വന്ന് അദ്ദേഹം ഹിസ്റ്റീരിയ ബാധിച്ച ഒരു മനോരോഗിയായിട്ട് തീർന്നു. അദ്ദേഹത്തിന്റെ ഇന്ദ്രിയങ്ങളെല്ലാം വരളുവാനായിട്ട് ആരംഭിച്ചു. തൊണ്ട വറ്റിപ്പോയി, സംസാരിക്കാൻ സാധിക്കുന്നില്ല, തല ചുറ്റി തുടങ്ങി, കണ്ണുകളില് ഇരുട്ട് കയറി തുടങ്ങി, ചെവിയിലെല്ലാം പൊന്നീച്ച പറന്നു തുടങ്ങി, ഭൂമി കറങ്ങുന്ന പോലെ തോന്നി, ചുട്ടുനീറുന്നു ശരീരം മുഴുവൻ, നിൽക്കാൻ സാധിക്കുന്നില്ല, കൈകാലുകളെല്ലാം തളർന്നു, ഗാണ്ഡീവമെല്ലാം, തന്റെ പണിയായുധമായ പ്രശസ്തമായിട്ടുള്ള ഗാണ്ഡീവം വരെ കയ്യിൽ നിന്ന് വഴുതിപ്പൂഴാൻ. ഒരിക്കലും കയ്യിൽ നിന്ന് വെക്കാത്ത ഒരു സാധനമാണ് ഗാണ്ഡീവം. ഊണിലും ഉറക്കത്തിലും, അവിടെ അന്തപുരത്തിലേക്ക് പോകുന്ന സമയത്തും, ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്തും, വിനോദത്തിന് പോകുന്ന സമയത്തും, കുളിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ മൊബൈൽ കൊണ്ട് നടക്കണം. അറിയാം, മൊബൈൽ ആരെങ്കിലും വീട്ടിൽ കയ്യിൽ വെക്കാറുണ്ടോ? ഇല്ല. അതുപോലെ ഇത് കൊണ്ട് നടക്കണ പതിവാണ്. അതുവരെ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വഴുതി പോവാനായിട്ട് ക്ഷാത്രധർമ്മം നശിക്കാൻ ആരംഭിച്ചു എന്ന് സാരം. അങ്ങനെ അദ്ദേഹം ഗോവിന്ദനോട് പറഞ്ഞു, അല്ലയോ ഗോവിന്ദ, എന്താണ് സംഭവിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അധർമ്മം ചെയ്യുവാനാണോ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുന്നത്? എന്തൊരു മഹാപാപത്തിനാണ് ഞാൻ വന്നിരിക്കുന്നത്? നിനക്കെങ്കിലും ഒരു വാക്ക് പറയാമായിരുന്നില്ല എന്നോട്? മഹാപാപം ചെയ്യുവാനാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഇപ്പൊ അറിഞ്ഞത് നന്നായി. ഇനിയും സമയമുണ്ടല്ലോ. നോക്കൂ, ആ മമത്വബോധം അല്ലെങ്കിൽ ധർമ്മസമ്മൂഢ ചേതനായിട്ടുള്ള ആ ശോകസംവിഗ്ന മാനസനായിട്ടുള്ള അർജുനന് സ്വധർമ്മം എന്താണെന്നോ പരധർമ്മം എന്താണെന്നോ തിരിച്ചറിയാൻ പറ്റാതായി. ധർമ്മത്തെ ഉപേക്ഷിക്കുകയാണ്. ശ്രീമദ് ഭഗവത്ഗീതയാകട്ടെ ധർമ്മത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ആദ്യത്തെ വാക്യം തന്നെ ധർമ്മക്ഷേത്രേ. ഏതൊരു ഗ്രന്ഥത്തിന്റെയും ഉള്ളടക്കം അതിന്റെ ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത് ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെ ഒരു സ്വഭാവമാണ്. രാമായണം എടുത്തോളൂ, നിങ്ങൾ ശ്രീമദ് ഭാഗവതം എടുത്തോളൂ, ഭഗവത്ഗീത എടുത്തോളൂ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തത്വശാസ്ത്രങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ അല്ലെങ്കിൽ രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയും ഇന്ന കാര്യമാണ് പറയാൻ പോകുന്നത് എന്ന് പറയും. അപ്പൊ ആദ്യത്തെ വാക്കായിട്ടുള്ള ധർമ്മ, അവസാനത്തെ ഭഗവത്ഗീതയിലെ അവസാനത്തെ വാക്കായിട്ടുള്ള മമധർമ്മ, എന്റെ ധർമ്മത്തെ കുറിച്ച്. ഞാൻ ആരാണ്? അല്ലെ, ഞാൻ അസച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ വിഭിന്നാംശമാണ്. അതുപോലെ തന്നെ ഞാൻ ആരാണ്? അദ്ദേഹത്തിന്റെ ശിഷ്യനും കൂടിയാണ്, അദ്ദേഹത്തിന്റെ അംശമാണ്. അപ്പൊ അതുകൊണ്ട് ജീവസ്വരൂപനായിട്ടുള്ള നമ്മൾ എല്ലാവരും അവിടുത്തെ ദാസന്മാരാണ്. അദ്ദേഹത്തെ സംരക്ഷിക്കുക. നമ്മുടെ കൈ, കാല്, വായ, വിസർജനേന്ദ്രിയം, ഉൽപാദനേന്ദ്രിയം തുടങ്ങിയിട്ടുള്ള സർവ്വ ഇന്ദ്രിയങ്ങളും ഭാഗങ്ങളും എല്ലാം ഈ പൂർണ്ണ ശരീരത്തിന് സേവിക്കാനുള്ളതാണ്. ധർമ്മം തു സാക്ഷാൽ ഭഗവത് പ്രണീതം. ആ ഭഗവാനെ സേവിക്കുക, അദ്ദേഹത്തിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ജീവാത്മാവായിട്ടുള്ള നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യുക. അതാണ് യഥാർത്ഥത്തിലുള്ള ധർമ്മം. നമ്മൾ സനാതനമാണ്. സനാതനത്വം പരമോ ധർമ്മ, ദാനം പരമോ ധർമ്മ, ദമ്പോ പരമോ ധർമ്മ. അനേകം ധർമ്മങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ധർമ്മം രണ്ടു വിധത്തിലാണ്. ഒന്ന് പ്രാഥമികമായിട്ടുള്ള പ്രധാന ധർമ്മം, മുഖ്യധർമ്മം. രണ്ട് ഗൗണധർമ്മം. ഇപ്പോ അഗ്നി നോക്കുകയാണെങ്കിൽ ചൂടുണ്ട്, വെളിച്ചമുണ്ട്, പ്രധാന ഗുണവുമുണ്ട്, ഉപഗുണവുമുണ്ട്, ഗൗണധർമ്മവുമുണ്ട്. ജലം നോക്കിക്കഴിഞ്ഞാലും പറ്റും, സൂര്യനെ നോക്കിക്കഴിഞ്ഞാലും പറ്റും. അതുപോലെ മനുഷ്യനും അനേകം ധർമ്മങ്ങളുണ്ട്. പ്രധാന ധർമ്മം നേരത്തെ പറഞ്ഞ മാതിരി നീ അദ്ദേഹത്തിന്റെ ദാസനാണ്, അദ്ദേഹത്തിന്റെ വിഭിന്നാംശമാണ്.
അതുകൊണ്ട് അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കുക. അതിനു വേണ്ടിയിട്ട് നീ സനാതനനാണ്, സത്ത് ചിത്ത് ആനന്ദ സ്വരൂപിയാണ്, ദാനധർമ്മങ്ങൾ ചെയ്യണം, തപസ്യകൾ ചെയ്യണം, ഭഗവത് ഭക്തിയുത സേവനം ചെയ്യണം. ഇതെല്ലാം ആ ഗൗണധർമ്മത്തിൽ പെടുന്നു. ഇതിനെല്ലാം മനസ്സിലാക്കാതെ അജ്ഞാനം കൊണ്ട്, കാർപ്പണ്യദോഷം വന്നുകൊണ്ട്, കാർപ്പണ്യദോഷോ ഉപഹത സ്വഭാവ ധർമ്മ സമ്മൂഢചേത യസ്യാസ്യ നിശ്ചിതം ബ്രൂഹിതം മേ ശിഷ്യതേ അഹം ഷാദിമാം ത്വാം പ്രപന്നം. ഇങ്ങനെ കാർപ്പണ്യദോഷം വന്നിട്ട്, കൃപണഭാവം വന്നിട്ട് അർജുനൻ ധർമ്മം എന്തെന്നറിയാത്ത സമ്മൂഢനായിട്ട്, മൂഢന്മാരുടെ രാജാവ്, അതാണ് സമ്മൂഢൻ. മൂഢനല്ല, മൂഢനാഞ്ച പിന്നെയും കുഴപ്പമില്ല, മൂഢന്മാരുടെ രാജാവായിട്ടുള്ള അദ്ദേഹം ഭഗവാനെ ശരണം പ്രാപിച്ചു. ജീവാത്മാവായ അർജുനൻ പരമാത്മാവായ, അല്ലെങ്കിൽ പരമനിരപേക്ഷ സത്യമായ, പരമ സച്ചിദാനന്ദ സ്വരൂപനായ, പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ ശരണം പ്രാപിച്ചു. അവിടെ മുതലാണ് ശ്രീമദ് ഭഗവത്ഗീത ആരംഭിക്കുന്നത് യഥാർത്ഥത്തിൽ. അതിനു മുന്നേ ആരംഭിച്ചിട്ടുണ്ടോ? 1-ാം അധ്യായം മുതൽ ആരംഭിച്ചിട്ടെങ്കിൽ ഭഗവാൻ ഒന്നും സംസാരിച്ചിട്ടില്ല. ഉവാച പാർത്ഥ പശ്യത്താൻ സമവേദാൻ കുരുനിധി എന്ന് സഞ്ജയനാണ് പറയുന്നത്, ഭഗവാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ 2-ാമത്തെ അധ്യായം നോക്കുകയാണെങ്കിൽ കുതസ്ഥ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്സർഗ്യം അകീർത്തികരം അർജുന ക്ലൈബ്യം മാസ്മഗമ പാർത്ഥ നൈദത്യുപപത്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോതിഷ്ഠ പരന്തവ എന്ന് പറഞ്ഞു. പക്ഷെ അതെല്ലാം ശരണം പ്രാപിക്കുന്നതിന് മുന്നുള്ള 2 ശ്ലോകങ്ങളാണ്. ശരണം പ്രാപിച്ചതിനല്ല. ശരണം പ്രാപിച്ചവന് മാത്രമേ വേദവിജ്ഞാനം ഉപദേശിക്കാൻ പാടുള്ളൂ. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേശന്തി ജ്ഞാനം ജ്ഞാനിന തത്വദർശിന. ആരാണ് ഗുരുവിന്റെ അടുത്ത് വന്ന് സേവകളെല്ലാം ചെയ്ത് അദ്ദേഹത്തിന്റെ സമീപത്തിരുന്ന് വളരെ കാരുണ്യത്തോടു കൂടിയിട്ട്, ദയയോട് കൂടിയിട്ട്, വളരെയധികം വിനയാനിതനായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, അവന് മാത്രമേ സർവവേദങ്ങളും അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം, ബ്രഹ്മവിദ്യ, ജ്ഞാനവിദ്യ എല്ലാം ഉപദേശിക്കാൻ പാടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇവിടെ അദ്ദേഹം ശരണാഗതി ഇല്ലാത്തത് കൊണ്ട് ചീത്ത പറയുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ഭഗവാൻ അങ്ങനെ പറയാൻ പാടുള്ളൂ, എന്താ ഗുരു ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുകയാണെങ്കിൽ ശരണാഗതി ആയിട്ടില്ല. ഇപ്പോഴും ബന്ധുഭാവത്തിലാണ്, മിത്രഭാവത്തിലാണ്, അളിയനായിട്ടാണ് അല്ലെങ്കിൽ സുഹൃത്തായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് പ്രപന്ന പാരിജാതായ തോത്രവേത്രേ കബാണയെ, ആളുകൾക്ക് അടി കൊടുക്കാൻ കയ്യിൽ ചാട്ടവാറ് ചമ്മട്ടി പിടിച്ചവനാണ്. ശരണം പ്രാപിക്കാത്തവരെ ചിലപ്പോൾ അദ്ദേഹം ഉപദ്രവിക്കും, പേടിപ്പിക്കും. എന്നാലോ പ്രപന്ന പാരിജാതായ, തന്നെ ശരണം പ്രാപിച്ചവർക്കോ അദ്ദേഹം കൽപ്പവൃക്ഷമാണ്, പാരിജാതമാണ്, അമൃതമാണ്, സുഹൃത്താണ്, മിത്രമാണ്, സർവലോക മഹേശ്വരനാണ്, സർവഭൂതങ്ങളുടെയും സുഹൃത്തുമാണ് അദ്ദേഹം. ഇതെല്ലാം മാഹാത്മ്യത്തിൽ നമ്മൾ പഠിച്ചു. ഇപ്രകാരം ശരണാഗതി പ്രാപിക്കുന്നതിന് മുന്നിതെല്ലാം പറഞ്ഞ ശേഷം പിന്നീട് അശോച്യാനന്നശോചസ്തം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗദാസൂൻ അഗദാസൂൻശ്ച ന അനുശോചന്തി പണ്ഡിതാഹ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വേദവേദാന്തം, വേദാന്ത രഹസ്യമെല്ലാം, ബ്രഹ്മജ്ഞാനം, ആത്മജ്ഞാനം എന്നെല്ലാം പറയാനായിട്ട് ആരംഭിച്ചു. അവിടെ മുതലാണ് ശരിക്കുള്ള ഉപദേശം തുടങ്ങുന്നത്. അതിനു മുന്നും ഉപദേശങ്ങളൊക്കെ ഉണ്ട്, അത് വായിക്കണ്ടേ ചോദിച്ചു വായിക്കണം. കാരണം 1-ാം അധ്യായത്തില് അർജുനൻ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരമാണ് പിന്നെ 2 മുതൽ വരുന്നത്. അതുകൊണ്ട് ആരും വിട്ടുപോകരുത്, ചട്ടം മുതൽ ചട്ട വരെ വായിക്കണം എന്നാണ് ശ്രീല പ്രഭുപാദർ പറയുന്നത്. പക്ഷെ ഇവിടെ കരഞ്ഞു കലങ്ങിയോടുകൂടി 1-ാം അധ്യായം അവസാനിക്കുന്നത് അതാണ്. ശോക സംവിഘ്നമാരഹ ഏവമുക്താർജുന സംഘേ രഥോബസ്ത ഉപാവിശത് വിസർജ ശശരം ചാപം ശോക സംവിഘ്നമാനസഹ. ഇങ്ങനെ വളരെയധികം ദുഃഖം വന്ന് കരഞ്ഞോട് കൂടിയിട്ട് ഞാൻ ഇനി യുദ്ധം ചെയ്യില്ല ഗോവിന്ദ, എനിക്ക് സുഖമില്ല, എനിക്ക് ഒന്നും അറിയാൻ സാധിക്കുന്നില്ല, നാ ചെയ്ത ദിത്മ കതരന്നോ ഇഷ്ടം ശരി തെറ്റേതെന്നറിയുന്നില്ല, യുദ്ധത്തിൽ ജയിക്കുമെന്നോ തോൽക്കുമെന്നോ അറിയില്ല, ഞങ്ങളാണ് ജയിക്കുന്നത് അവരാണ് ജയിക്കുന്നത് എന്നറിയാം, എനിക്ക് ധർമ്മം എന്തെന്നറിയില്ല, ഞാൻ ആകെ നശിച്ചു പോയിരിക്കുന്നു, ഞാൻ ആകെ അധപതിച്ചിരിക്കുന്നു. ഇതെല്ലാം ഞാൻ പഠിച്ചതാണ്, പക്ഷെ എനിക്ക് ഓർമ്മ വരുന്നില്ല. ഞാൻ വേദശാസ്ത്ര പുരാണങ്ങളും എല്ലാം ഞാൻ ഗുരുകുലത്തിൽ നല്ലപോലെ പഠിച്ച് സമാവർത്തനം ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇവിടെ അതാ മമത്വബോധം, സമ്മൂഢനായിരിക്കുന്നു, വ്യാമോഹം വന്നിരിക്കുന്നു. അമോഹത്തെ തീർത്തു തരണേ, എന്റെ ഇന്ദ്രിയങ്ങളെയെല്ലാം ചുട്ടുനീറ്റുന്ന ആ ഒരു താപത്തെ നീ അകറ്റിത്തരണേ എന്ന് പറഞ്ഞിട്ട് ശരണം പ്രാപിച്ചു. ഭഗവാൻ പറഞ്ഞു, ശരി, തീർച്ചയായിട്ടും നീ എന്റെ ശിഷ്യനാണ്, ശരണം പ്രാപിച്ചവനാണ്, ഞാനതെല്ലാം ഉപദേശിച്ചു തരാമെന്ന് പറഞ്ഞ് ഇപ്രകാരം ശോകസംവിഘ്നമാനസനും അശ്രുപൂർണ കുലേക്ഷനും വിഷീദന്തനും അതുപോലെ തന്നെ വളരെയധികം മോശപ്പെട്ട അവസ്ഥയിലായിരിക്കുന്ന, യാതൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അർജുനനെയാണ് 18 ദിവസം യുദ്ധം ചെയ്യുവാനായിട്ടുള്ള ഗ്ലൂക്കോസ് ആര് കുത്തിവെച്ചത്?
ഭഗവാൻ ഗോവിന്ദൻ കുത്തിവെച്ചത്. ഏതാണ് ആ ഉത്തേജനം? ശ്രീമദ് ഭഗവത്ഗീത. അപ്പൊ അതുകൊണ്ട് മൈ ഡിയർ പ്യുവർ ഡിവോട്ടീസ്, പരിശുദ്ധ ഭക്തന്മാരെ, എന്റെ സുഹൃത്തുക്കളെ, എല്ലാവരും ശ്രീമദ് ഭഗവത്ഗീതയെ ശരണം പ്രാപിക്കുക. ശ്രീമദ് ഭഗവത്ഗീത അല്ലാതെ ഒരു ഗ്രന്ഥവും ഈ ഭൂമുഖത്തില് നിങ്ങളെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് കൊണ്ടുപോകാൻ ഉപകരിക്കില്ല. ശ്രീമദ് ഭാഗവതത്തിനെ ഞാൻ താഴ്ത്തി കെട്ടുകയല്ല. ശ്രീമദ് ഭാഗവതത്തിലെ കഥകളും ഉപദേശങ്ങളുമാണ്. നല്ല രസമാണ് കേട്ടിരിക്കാനായിട്ട്. പക്ഷേ ശ്രീമദ് ഭഗവത്ഗീതയിലെ തത്വങ്ങൾ ഉൾക്കൊള്ളാതെ നിങ്ങൾ ശ്രീമദ് ഭാഗവതത്തിലേക്ക് പോകുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എഞ്ചുവടി പട്ടിക, ഓ 2 2 ഈ 2 4 3 2 6 ഇത് പഠിക്കാതെ നിങ്ങൾ ഒരു വലിയൊരു ഗുണനസംഖ്യയോ ഹരിക്കാനോ പോയി കഴിഞ്ഞാൽ, ഗണിതശാസ്ത്രത്തിൽ പോയി കഴിഞ്ഞാൽ പറ്റുമോ? ഇല്ല. ബാലപാഠം അറിയണം നിങ്ങൾക്ക്. അതുപോലെ ശ്രീമദ് ഭഗവത്ഗീത പഠിച്ചിട്ട് വേണം ചൈതന്യചരിതാമൃതം, വേദാന്ത സൂത്രം, ഉപനിഷത്തുക്കള്, അതുപോലെ തന്നെ ഉപനിഷത്തുകളുടെയും വേദാന്ത സൂത്രത്തിന്റെയും എല്ലാം സാരമായിട്ടുള്ള ശ്രീമദ് ഭാഗവതത്തിലേക്ക് പ്രവേശിക്കാം. അപ്പോ അടിസ്ഥാനം നമ്മുടെ ഏതിലാണ് നിൽക്കുന്നത്? ശ്രീമദ് ഭഗവത്ഗീതയിൽ. ഭാരതീയര് മാത്രമല്ല, ആ വിദേശികളായിട്ടുള്ള എത്രയോ പേര്, ഭാരതത്തിലെ 820 തർജ്ജമകളുണ്ട്. 820 പേര് വിവിധ ഭാഷകളിൽ എഴുതിയിട്ടുണ്ട്. അത്രയും തന്നെ വിദേശങ്ങളിലും എഴുതിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. ഏറ്റവും കൂടുതൽ ഭാഷകളിൽ പ്രചാരണം നടത്തുന്ന ഒരു ഗ്രന്ഥമാണ്. നമ്മുടെ ബൈബിളിനേക്കാളും ഖുറാനേക്കാളും എല്ലാത്തിനേക്കാളും 1000 ഇരട്ടി മഹത്വമുള്ളതാണ് ശ്രീമദ് ഭഗവത്ഗീത. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നാം ആദ്യം പഠിക്കുക, നമ്മുടെ കുട്ടികളെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ സനാതനധർമ്മത്തിന്റെ വക്താക്കളായിട്ട് നിങ്ങൾ എല്ലാവരും ആ 5000 വർഷങ്ങൾക്ക് മുന്നേ എങ്ങനെയായിരുന്നു നമ്മുടെ സനാതനധർമ്മം, അത് എപ്പോഴും താഴെ പോകാതെ ഉയർത്തിപ്പിടിക്കുവാനായിട്ട് പല പല ആളുകളും ഭഗവത്ഗീതയെ കുറിച്ചിട്ട് അതും ഇതെല്ലാം പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. അത് നമ്മുടെ അജ്ഞാനമാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ അജ്ഞാനികളായതുകൊണ്ടാണ് നമുക്ക് അതിനെ കുറിച്ചിട്ട് പറയാനായിട്ട് വാക്കുകളില്ല. അതുകൊണ്ട് അവർക്ക് ചുട്ട മറുപടി കൊടുക്കാനും അല്ല, ഇനി വരുന്ന തലമുറയ്ക്ക് പ്രചോദനമേൽക്കാനും വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും നല്ല പോലെ മനനം ചെയ്യുക. ശ്രീ ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദരുടെ ആ ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം നല്ല പോലെ പഠിച്ച് അതിന്റെ തത്വങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പ്രചാരം ചെയ്യുക. ശ്രീമദ് ഭഗവത്ഗീത എല്ലാ ഹിന്ദു ഭവനങ്ങളിലും എത്തിക്കുക. അങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയിട്ടില്ലേ യഥാർത്ഥത്തില്, യോഗോ നഷ്ടപരന്തവ എന്ന് ഭഗവത്ഗീത 4-ാം അധ്യായത്തിൽ പറയുന്ന പോലെ ചെറിയൊരു ഗ്ലാനി സംഭവിച്ചിരിക്കുന്നു. അത് നമ്മൾ വീണ്ടും മുകളിലേക്ക് കൊണ്ടുവരണം. ഇപ്പോ നമ്മള് വേനൽക്കാലത്തൊക്കെ നമ്മുടെ വീട്ടിലത്തെ പുല്ല് ചെടികളെല്ലാം ചിലപ്പോ ഒന്ന് ഒരു തേജസ്സൊക്കെയും കുറഞ്ഞ് പച്ചപ്പൊക്കെയും കുറഞ്ഞു നിൽക്കും. പക്ഷെ മഴയെല്ലാം ലഭിച്ചു കഴിഞ്ഞാൽ അവ വീണ്ടും തലപൊന്തിച്ച് അവ നല്ല പോലെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് ചെറിയ ഒരു ദൂഷ്യം സംഭവിച്ചിരിക്കുന്നു, മങ്ങലേറ്റിരിക്കുന്നു, അത് നമ്മൾ ഉയർത്തിക്കൊണ്ടുവരണം. എല്ലാവർക്കും അതിനുള്ള ഒരു ശക്തി ലഭിക്കട്ടെ. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. കൃഷ്ണ മതിരസ്തു. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അവസാനിക്കാം.